അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡ്സ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. ആദ്യമായിട്ടാണ് ലോകത്തിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രോജക്റ്റ്. അതായത് ലെറ്റ്സ് അസ്യൂം നിങ്ങൾ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് 15th ഫ്ലോറിലാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഡ്രൈവ് യുവർ കാർ അപ് ടു 15th ഫ്ലോർ ആൻഡ് പാർക്ക് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ അപ്പാർട്ട്മെന്റ്. കാലിക്കറ്റ് നമ്മൾ ഹൈലൈറ്റ് സിറ്റി ടൗൺഷിപ്പിന്റെ എക്സ്പാൻഷൻ ആയിട്ടാണ് വരുന്നത്. ഉപ്പ ആർക്കിടെക്റ്റിന് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ടീമിന് എടുത്ത് ആദ്യം പറഞ്ഞിട്ടുള്ള കസ്റ്റമേഴ്സിന് കാറ് കയറി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആലോചിക്കുക എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ഞെട്ടി, ഇതെങ്ങനെ നടക്കുക. ആർക്കിടെക്ട്സിന് അടുത്ത് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഇറ്റ്സ് നോട്ട് പോസിബിൾ സുലൈമാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും നടക്കില്ല, ഇതെങ്ങനെ നടക്കുക, അത് യു ക്യാൻ യൂസ് എ കാർ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് പറയുക ചെയ്തു. പക്ഷേ അതിൻ്റെ മുകളിൽ ഇരുന്ന് ഉപ്പ എന്താ ഒരു പേപ്പറും പെന്നും, ഉപ്പ ബേസിക്കലി കോൺട്രാക്ടറും എഞ്ചിനീയറൊക്കെ ആണല്ലോ. അപ്പോൾ ഉപ്പ നേരെ ഇരുന്നിട്ട് ഇങ്ങനെ വരച്ച് ഇത് പോസിബിൾ ആണെന്ന് കാണിച്ചു കൊടുത്തു. ഹൈലൈറ്റ് വേൾഡ് ട്രേഡ് സെന്റർ ആയിരിക്കും. അതെ. അപ്പോൾ അത് നമ്മൾ കോഴിക്കോട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഇന്ത്യയിലെ ലാർജസ്റ്റ് വേൾഡ് ട്രേഡ് സെന്റർ ആയിരിക്കും. ലോകത്തിന്റെ വൺ ഓഫ് ദി ലാർജസ്റ്റ് വേൾഡ് ട്രേഡ് സെന്റർ കോഴിക്കോട് പോലത്തെ സിറ്റിയിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 12.5 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് പ്രോജക്ട് വരുന്നത്. കോഴിക്കോടിനെ ദുബായ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായും ലിറ്ററലി യു ക്യാൻ സേ ദാറ്റ്. ബുർജ് ഖലീഫ ആയിരിക്കും അത്. ബുർജ് ഖലീഫിന്റെ ഒരു 3 ഇരട്ടി സൈസ് ഉണ്ട്. മോൾ കൾച്ചർ വരുന്നത് കണ്ട ജനറേഷനാണ് നമ്മള്. അതുപോലെ മോള് നിന്നുപോയത് കണ്ടത് നമ്മുടെ ജനറേഷനാണ്. ഇപ്പം ഗോൾഡ് സൂക്ക് മോള് നിന്നുപോയിട്ടുണ്ട് കൊച്ചിയിൽ. ഡിസൈനും ഈ പറഞ്ഞ തന്നെ ബ്രാൻഡ് മിക്സും വലിയൊരു ഫാക്ടറാണെന്ന് തോന്നുന്നു. അതിൽ നമുക്ക് സങ്കടം തോന്നും, നമ്മൾ പണ്ട് പോയിരുന്ന മോള് അത്രയും വലിയൊരു ബിൽഡിംഗ് വെറുതെ കിടക്കുന്ന കാണുമ്പോൾ. ഗോൾഡ് സൂക്കിൻ്റെക്കാൾ എത്രയോ മുന്നേ തുടങ്ങിയ പ്രോജക്റ്റാണ് ഫോക്കസ് മോൾ എന്നത്. ഫോക്കസ് മോൾ ഇന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നും നല്ല വാക്കിൻസ് ആ മോള് പുള്ള് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ പക്ഷേ എന്നാൽ അതേ സമയത്ത് മാവ് റോട്ടിൽ തുടങ്ങിയ പല മോളും എന്താ പറയുക പല രീതിയിലും താഴോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ CEO ഫൗണ്ടറായിട്ടുള്ള വാപ്പയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ആ ഒരു ജനറേഷൻ ഡിഫറൻസ് ഒക്കെ എന്തായാലും ഒപ്പീനിയൻ എന്തായാലും വരാറുണ്ട്. നമ്മളൊരു മെട്രോ പണിയാൻ 5000 കോടി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഒരു മോള് പണിയാൻ എത്ര കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും? കേരളത്തിലെ ആദ്യത്തെ മോള് പണിത ഒരു ഗ്രൂപ്പിന്റെ CEO ആണ് ഇന്നത്തെ ബി ടോക്കിലിരിക്കുന്നത്. CEO ഓഫ് ഹൈലൈറ്റ് ഗ്രൂപ്പ്, അജിൽ. വെൽക്കം ടു ബി ടോക്ക്. താങ്ക് യു സോ ഹൈലൈറ്റ് ഗ്രൂപ്പിന് ഒരുപാട് വേർട്ടിക്കൽസ് ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മലയാളിക്ക് നമുക്ക് കേരളത്തിലെ ആദ്യത്തെ മോള് പണിത ഗ്രൂപ്പ് എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരിക. അപ്പോൾ 21ാമത്തെ വയസ്സിലാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. എന്തായിട്ടാണ് ജോയിൻ ചെയ്തത്? ഞാൻ ഈ പറഞ്ഞ 21ാം വയസ്സിലാണ് ഒഫീഷ്യലി ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഫാദറാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഫാദറാണ് ചെയർമാൻ ഓഫ് ദ ഗ്രൂപ്പ്. അപ്പം 21ാം വയസ്സിൽ നമ്മളൊരു എഡ്യൂക്കേഷണൽ വിങ് ഉണ്ട്, നമുക്ക് 2 സ്കൂൾസ് വരുന്നുണ്ട്. അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ്, ആ വിങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. പിന്നെ അതിൽ പല ഫീൽഡിലും പല സെക്ടേഴ്സിലും എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ CEO ആയിട്ട് CEO ആണ്. കോഴിക്കോട്ടുകാർക്കും അല്ലെങ്കിൽ മലബാറുകാർക്കും ആദ്യം എസ്കലേറ്റർ കയറാൻ പഠിപ്പിച്ചത് ഫോക്കസ് മാൾ ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഫോക്കസ് മാൾ പണ്ട് പണിതപ്പോൾ ആ സമയത്ത് പാപ്പാക്ക് അങ്ങനെ ഒരു മോള് പണിയണമെന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ മോളിന്റെ സ്റ്റോറി പറഞ്ഞു ഞങ്ങൾക്ക്. പാപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതൊക്കെ. എനിക്ക് തോന്നുന്നു മോളിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് അല്ല ഫോക്കസ് മോൾ എന്ന് പറയുന്നത്, കോൺട്രാക്ടർ ആയിരുന്നു. 1996 ഞാൻ പറഞ്ഞല്ലേ ഫാദർ തുടങ്ങുമ്പോൾ ഒരു കോൺട്രാക്ടർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ കക്കാട് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഒരു ചെറിയൊരു ഓഫീസ് സ്പേസിലാണ് ശരിക്കും തുടങ്ങിയിട്ടുള്ളത് അദ്ദേഹം. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റി, ചെറുതും വലുതും പല രീതിയിലുള്ള പ്രോജക്റ്റ് സ്റ്റേറ്റിൻ്റെ പല ഭാഗത്തായിട്ട് ചെയ്യാൻ പറ്റി. കൂടുതലും നോർത്ത് കേരളയിലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോജക്റ്റ് ചെയ്ത് 2003 ഭയങ്കര ഒരു വിഷനോടുകൂടെ ഇപ്പോൾ കുറേ കോൺട്രാക്ടിങ് പ്രോജക്ട്സ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ഒരു ഡെവലപ്പർ ആയിക്കൂടാ എന്നുള്ളൊരു തോട്ടിൻ്റെ മുകളിലാണ് 2003 കാലിക്കറ്റിൽ ഹെഡ് ക്വാർട്ടർ ഇട്ടിട്ട് നമ്മൾ ബിൽഡറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങി മൾട്ടിപ്പിൾ പ്രോജക്ട്സ് അന്ന് സെയിം ഇയർ നമ്മൾ 2003 നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്തിട്ട് ഈ റീറ്റെയിൽ ഒരു നല്ലൊരു സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട്, കാരണം എപ്പോഴും പറയുമല്ലോ കേരളത്തിലെ ആൾക്കാർ സ്പെൻഡിങ് പവർ കൂടുതലാണെന്നുള്ളതും ഒരുപാട് ആൾക്കാർ കൺസ്യൂമർ മാർക്കറ്റാണ് കേരളം എന്ന് പല ആൾക്കാരും അന്നേ പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിനെ പറ്റി. അപ്പോൾ അങ്ങനെ റീറ്റെയിൽ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൂ. ഷോപ്പിംഗ് മാൾ ഇപ്പം അന്ന് പല പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ഇപ്പം തൊട്ടടുത്തുള്ള മെട്രോ സിറ്റി, ചെന്നൈ, ബാംഗ്ലൂർ, അതേപോലെ തന്നെ ഫോറിൻ കൺട്രീസിൽ GCCയിലൊക്കെ പ്രത്യേകിച്ച് പോകുമ്പോൾ മോൾ ഓൾറെഡി അന്നൊക്കെ പുറത്തുണ്ട്. പക്ഷെ കേരളത്തിൽ അതില്ല, അങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ഇല്ല. പക്ഷെ എന്നാലോ നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ കോഴിക്കോടാണെങ്കിൽ SM സ്ട്രീറ്റും ഇവിടെ ആണെങ്കിൽ MG റോഡ്, അങ്ങനെ ഒരുപാട് സ്പേസ് ഉണ്ട്. പക്ഷെ ഇതൊരു ഓർഗനൈസ് റീറ്റെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അന്നില്ല. അങ്ങനെയുള്ളൊരു തോട്ടിലാണ് കേരളത്തിൽ ആ സാധ്യത മനസ്സിലാക്കിയിട്ടാണ് കോഴിക്കോട് നമ്മളെ സ്ഥലമായതുകൊണ്ടും ആ കോഴിക്കോട്
കോഴിക്കോടിനുള്ള ഇഷ്ടം കൊണ്ടാണ് ശരിക്കും കോഴിക്കോട് സെലക്ട് ചെയ്ത് ഫോക്കസ് മോൾ എന്ന് പറയുന്ന സംഭവം മാവൂർ റോട്ടിലാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഒരുപാട് എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വരുമ്പോഴുള്ള ഒരു എല്ലാ ചാലഞ്ചസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചാലഞ്ചസ് ത്രൂ ആണ് ശരിക്കും ഫാദറും അല്ലെങ്കിൽ നമ്മളെ ടീം അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് റൈറ്റ് ഫ്രം എന്താ പറയുക ലാൻഡ് നമ്മളൊരു ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാവൂർ റോട്ടിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇത്രയും വലിയ പ്രോജക്റ്റ് വരുമ്പോൾ അപ്രൂവൽസ് മുതൽ അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പം ഞാൻ അന്ന് ചെറുപ്പമായിരുന്നു, പക്ഷെ എന്നാലും ഇനോഗ്രേഷൻ അന്ന് ശരിക്കും സമരവും കാര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതായത് നെറ്റിട്ട് പല സമരത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ശരിക്കും നമ്മൾ നെറ്റും പോലീസ് ഗാർഡും അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷനിലാണ് ശരിക്കും അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇന്നൊന്നും അത് അങ്ങനെ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഇഷ്ടമാണ്, പക്ഷെ ഇന്നത് നല്ല രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇഷ്ടപ്പെട്ട മോൾ ഏതാന്ന് വെച്ചാൽ എന്ത് പറയും? ഹൈലൈറ്റ് മോൾ എന്ന് പറയും. അതല്ലാതെ ഈ പറഞ്ഞ ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗത്തും ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പം ഏറ്റവും നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോളാണ് ദുബായ് മോൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കണക്ട് ചെയ്യാൻ ഈക്വലി കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. കാരണം ഏറ്റവും ഇവിടെ നമ്മളെ നെയ്ബർഹുഡിലുള്ള ഏറ്റവും ലാർജസ്റ്റ് മോൾ എന്ന് പറയുന്നത് ദുബായ് മോൾ എന്നാണ്. അപ്പോൾ അവർ ആ ദുബായ് മോൾ തരുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ തൊട്ടടുത്ത് പറയാൻ പറ്റുന്ന ഒരു ബെഞ്ച് മാർക്ക്. ഇഷ്ടപ്പെട്ട മോൾ എന്ന് വെച്ചാൽ അത് പറയും. ഓക്കെ, അപ്പോൾ അന്ന് ആദ്യത്തെ മോളുടെ ഉദ്ഘാടനത്തിന് സമരം പ്രതീക്ഷിച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. സമരം ഉണ്ടായോ? എന്താ ആൾക്കാർ എന്താ പറഞ്ഞത്? എതിർപ്പ് എന്തായിരുന്നു? അന്ന് ഈ പറഞ്ഞ തന്നെ ഒരുപാട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് ശരിക്കും അന്ന് ഇനോഗ്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് കല്ലേറും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. കാരണം പുതിയൊരു സംരംഭം വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പണ്ട്. ഇന്ന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ചാലഞ്ചസോ ഇല്ല. പക്ഷേ ഹൈവേക്ക് വന്ന പോലെ ഇന്നിപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. എല്ലാവരും ഇപ്പം പണ്ട് ഹൈവേ വരിക എന്ന് പറയുക അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് എതിർപ്പ് പല രീതിയിൽ പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ ഇന്ന് എന്താ പറയുക വെൽക്കമിങ് ആണ് ഇൻവെസ്റ്റേഴ്സിനായാലും. നമ്മളെപ്പോലത്തെ ഒരു കമ്പനീസ് ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ വെരി വെൽക്കമിങ് ആണ്. അത് ആ ഒരു അറ്റ്മോസ്ഫിയർ എന്തായാലും മാറിയിട്ടുണ്ട് കേരളത്തിൽ. അപ്പം അന്ന് എന്താ പറഞ്ഞിരുന്നത് എല്ലാവരും? ഇത്രയും ലാൻഡിൽ ഇത്രയും വലിയ ബിൽഡിംഗ് വരുന്നതുകൊണ്ടാണോ പ്രശ്നം? മേജറായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും പല കമ്മ്യൂണിറ്റിക്ക് പല ഇഷ്യൂസ് ആണല്ലോ. ഇപ്പോൾ പല ആൾക്കാരും കണ്ടിട്ടുള്ള അത് ആ തോട്ട് പ്രോസസ്സിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമായിരിക്കും. ഇപ്പം പല ആൾക്കാരും കാണുന്നത് ഇങ്ങനെ വലിയ പ്രോജക്റ്റ് വരുമ്പോൾ ബാക്കിയുള്ളവർ എഫക്റ്റ് ആവില്ലേ, അല്ലെങ്കിൽ കച്ചവടത്തിന് എഫക്റ്റ് ആവില്ലേ, അല്ലെങ്കിൽ വേറെ പല രീതിയിലായിരിക്കും കാണുക. അത് വലിയ പ്രോജക്റ്റ് വരുമ്പോൾ എന്തോ ഒരു കുത്തക കമ്പനി അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനി വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിയിൽ പല ആൾക്കാരും ആ മൈൻഡ് സെറ്റോടുകൂടെ ആയിരിക്കും കാണുക. അപ്പം എപ്പോഴും അവർക്ക് എന്ത് പുതിയ കാര്യം വരുമ്പോഴും അങ്ങനെ ആണല്ലോ. ആദ്യം ആക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പിന്നെ തീർച്ചയായും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഇതങ്ങനെയല്ല, ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റും, ഇത്ര റവന്യൂ ആ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കും. അങ്ങനെ ഒരുപാട് കാര്യം. പിന്നെ തൊട്ടടുത്തുള്ള ഇപ്പം എനിക്കൊന്ന് ഫോക്കസ് മോൾ കാരണം അത്രയും ആൾക്കാർ വരികയാണല്ലോ കോഴിക്കോടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും. അപ്പോൾ അത് റൈറ്റ് ഫ്രം എന്താ പറയുക ഒരു ഓട്ടോറിക്ഷ മുതൽ ബസ് സ്റ്റാൻഡ് മുതൽ അങ്ങനെ ഒരുപാട് പേർക്ക് അത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വരുമാന മാർഗം കൂടുക ചെയ്യുന്നത്. അത് മൈൻഡ് സെറ്റ് അത് മനസ്സിലാവുമ്പോഴാണല്ലോ ശരിക്കും ഉൾക്കൊള്ളുക. ഒരു ഡെസ്റ്റിനേഷനായി മാറി തീർച്ചയായും. അത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ, കാരണം ഫസ്റ്റ് ഷോപ്പിംഗ് മോൾ ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് പല ഭാഗത്തു നിന്ന് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ തന്നെ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ബ്രാൻഡ്സ് കേരളത്തിൽ ആദ്യമായിട്ട് നമുക്കത് അന്ന് കൊണ്ടുവരാൻ സാധിച്ചു. മാക്സും അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് നമ്മൾ ആദ്യമായിട്ട് അന്ന് ഫോക്കസ് മോളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് മലയാളികൾക്ക് എന്താ പറയുക ഭയങ്കര ഫെമിലിയർ ബ്രാൻഡ്സ് അതൊക്കെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 2006-2007 അന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഹൈലൈറ്റ് ഗ്രൂപ്പ് എന്ന് കണക്കാക്കും. ഉറപ്പായിട്ടും. അപ്പോൾ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ മോളിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. പുറകിൽ ഇങ്ങനെ സ്റ്റോറി ഉണ്ടായിരുന്നു. ഇന്നിപ്പം 13 മോൾസ് പൈപ്പ് ലൈനിലുണ്ട് ഹൈലൈറ്റ് ഗ്രൂപ്പിന്. അതിലൊരെണ്ണം എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട്. ചെറിയൊരു ടൗൺ ആണ്. അപ്പോൾ അവിടെ ഒരു മോൾ പ്ലാൻ ചെയ്യാനുള്ള കാരണം എന്താ? ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ കറന്റ് 4 ഷോപ്പിംഗ് മോൾസ് ആണ് ഓപ്പറേഷണൽ ആയിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ഫോക്കസ് മോൾ അടക്കം കാലിക്കറ്റ് അടക്കം അങ്ങനെ 4 ഷോപ്പിംഗ് മോളാണ് ഇപ്പോൾ ഓപ്പറേഷണൽ. അനദർ ഇപ്പം ഇങ്ങനെ 11 ഷോപ്പിംഗ് മോൾ നമുക്ക് പ്ലാനിലുണ്ട്, പലതും പല സ്റ്റേജസിലായിട്ട്. നിലമ്പൂർ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റാണ്. ഹോപ്പ്ഫുള്ളി വിത്തിൻ ഫ്യൂ ഇയേഴ്സ് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞ മമ്പാടോ അല്ലെങ്കിൽ നിലമ്പൂർ എന്ന് പറയുമ്പോൾ ചെറിയൊരു ടൗൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ തിരിച്ചാൽ പറയാം വലിയൊരു പ്രദേശം. കാരണം നിലമ്പൂരിനെ പോലത്തെ ഒരു പ്രതാപമുള്ള ഒരു സിറ്റി അല്ലെങ്കിൽ ടൗൺ ശരിക്കും പണ്ടൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാലോ റോൾസ് റോയ്സിൽ വരെ ഉപയോഗിക്കുന്ന വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ തേക്കൊക്കെ ഭയങ്കര പോപ്പുലറാണ്. ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന ഒരു നാടാണ് നിലമ്പൂർ. പക്ഷെ നമ്മൾ കണക്കാക്കുന്നത് വെച്ചാൽ ഷോപ്പിംഗ് മോൾ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസ് റീറ്റെയിൽ ആണല്ലോ. ഈ ഓർഗനൈസ് റീറ്റെയിൽ നിന്ന് ആൾക്കാർക്ക് വേണ്ടത്
എന്താ പറയുക ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നിലമ്പൂർ പോലത്തെ പ്രദേശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു കാച്ച്മെൻറ്റ് പൊട്ടൻഷ്യൽ സ്പെൻഡിങ് പവറുള്ള കാച്ച്മെൻറ്റ് ഏരിയ പോപ്പുലേഷൻ അവിടെ ഉണ്ട്. കൂടുതൽ പേരും ഈ GCCയും പല പുറത്തുള്ള എക്സ്പോഷറൊക്കെ ഉള്ള ആൾക്കാരാണ് നിലമ്പൂരിലേക്ക് എന്തായാലും വരും. അവർക്ക് എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. അല്ലെങ്കിൽ കോഴിക്കോട് ഹൈലൈറ്റ് മോളോ അല്ലെങ്കിൽ പുറത്തുള്ള ഷോപ്പിംഗ് മോൾസിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ നിങ്ങൾക്ക് നാട്ടിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേണം. എന്ന് വരും മമ്പാട് മോൾ എന്ന് വരും ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞില്ല റീസെൻ്റ്ലി ആണ് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹോപ്പ്ഫുള്ളി ബൈ 2 ഇയേഴ്സോ അല്ലെങ്കിൽ 2.5 ഇയേഴ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 2 വർഷം എടുക്കൂല ഒരു മോള് പണിയാൻ? ഈ പറഞ്ഞ പോലെ തന്നെ 2 വർഷമല്ല ശരിക്കും അത് വലിയ, കാരണം നമ്മൾ പണിയുന്ന എല്ലാ മോളും ഇപ്പം നിലമ്പൂരാണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് 7 lakh സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് മോളാണ് നിലമ്പൂർ വരുന്നത്. അത്രയും വലിയ സൈസിലുള്ള മോൾസാണ് നമ്മൾ പണിയുന്നു. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് വെച്ചാൽ ഇനി വലിയ സ്പേസ് പണിഞ്ഞാൽ മാത്രമേ സസ്റ്റൈനബിൾ ആവുള്ളൂ. കാരണം ലോങ് ടേം ഇപ്പോൾ ഒരു മോള് ഇത്രയും വലിയ പ്രോജക്റ്റോ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ അതൊരു ലോങ് റണ്ണിലാണല്ലോ നമ്മൾ കാണേണ്ടത്. ഒരു 2 years 3 years കൊണ്ട് മുതലായി പോകാന്നുള്ളല്ലോ നമ്മൾ കാണുന്നത്. 3 years കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാന്നല്ലല്ലോ. അത് ലോങ് റണ്ണിൽ സസ്റ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഫോക്കസ് മോൾ ആണെങ്കിലും 20 yearsോളായി നമ്മൾ തുടങ്ങിയിട്ട്. ഹൈലൈറ്റ് മോൾ ആണെങ്കിലും ഒരുപാട് വർഷം 10 years നമ്മളിപ്പോൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തു, സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക 10 years കാലിക്കറ്റ് ഹൈലൈറ്റ് മോൾ. അപ്പോൾ അങ്ങനെ വലിയ സ്പേസ് പണിഞ്ഞാൽ മാത്രമേ ആൾക്കാർ അത് വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ചെറിയ ഷോപ്പിംഗ് മോൾ ആണെങ്കിൽ അപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് വന്നാലോ അല്ലെങ്കിൽ വേറൊരു എക്സ്പീരിയൻസ് വന്നാൽ നമുക്ക് കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഒരു 10 years 20 years എങ്കിലും നിലനിന്ന് പോകുന്ന എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ലോങ് റണ്ണിൽ കണ്ടിട്ടാണ് ഇത്രയും വലിയ സൈസിലുള്ള ഷോപ്പിംഗ് മോൾസ് നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ജനറൽ സമയമെടുക്കും എന്തായാലും. കാരണം അറിയാലോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതും ചാലഞ്ചസും ഒക്കെ വെച്ചിട്ട് ടൈമും കാര്യങ്ങളൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് കൺസ്ട്രക്ഷനിൽ. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും 3 years എങ്കിലും എടുക്കും. അതെ, പക്ഷെ നമ്മളത് എത്രയും ഫാസ്റ്റ് ആക്കിയിട്ട് പബ്ലിക്കിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റിൽ വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ ഇനി മമ്പാട് തന്നെ മോളിൽ പോകും. തീർച്ചയായും അത് പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് മോൾസിൽ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഒരു വീക്കെൻഡ് നിങ്ങൾക്ക് നിലമ്പൂർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. നെക്സ്റ്റ് വീക്കെൻഡ് മേ ബി ഒരു ചേഞ്ചിന് കോഴിക്കോട് മോളിൽ വരാം. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ എല്ലാ പ്രോജക്റ്റിലും കൊടുക്കുന്നുണ്ടാവും. ഈ 13 മോൾസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി 4 മോൾസ് ഉണ്ട്. ബാക്കി 13 എവിടേക്കാണ് ഓർമ്മയുണ്ടോ? CEO ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും. സോ നെക്സ്റ്റ് നമ്മൾ ഓപ്പണിംഗ് വരുന്നത് 2025 നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ചെമ്മാട് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു പ്രോജക്റ്റാണ് നെക്സ്റ്റ് ഓപ്പണിംഗ് ഉള്ളത്. അതേപോലെ കൊച്ചിയിൽ നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു റീറ്റെയിൽ പ്രോജക്റ്റ് കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് മോളാണോ? മോളല്ല, അതൊരു ഓപ്പൺ റീറ്റെയിൽ കോൺസെപ്റ്റ്. അത് തീർച്ചയായും ഭയങ്കര ഹൈപ്പ് ഉണ്ട്. ഒരു ടിപ്പിക്കൽ മോൾ പ്രോജക്റ്റ് അല്ല. കേരളത്തിൽ നിന്ന് ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കാണാത്ത ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ് ഹൈലൈറ്റ് ബൊളിവാർഡ് എന്നാണ് അതിന്റെ പേരിട്ടിട്ടുള്ളത്. ഹൈലൈറ്റ് ബൊളിവാർഡ്. അപ്പോൾ ബൊളിവാർഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ വാട്ടർ ഫ്രണ്ട് റീറ്റെയിൽ പ്രോജക്റ്റ് ആണ്. അതായത് കംപ്ലീറ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 5 acre പ്രോജക്റ്റ് ആണ്. അത് കംപ്ലീറ്റ്ലി ഒരു വാട്ടർ ഫ്രണ്ട് ആയിരിക്കും. നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡിൽ തോപ്പുംപടി ബ്രിഡ്ജിന്റെ ചാരികൊണ്ടാണ് വരുന്നത് പ്രോജക്റ്റ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി വാട്ടർ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ ടിപ്പിക്കലി നമ്മളൊരു മോളിൽ പോയി കഴിഞ്ഞാൽ ഹൈലൈറ്റ് മോൾ ആണെങ്കിൽ പോലും ഏതൊരു മോൾ എടുത്താലും ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, കുറച്ചും കൂടെ ഓപ്പണും ഒരു ഒരു ഫുഡും എന്റർടൈൻമെന്റ് അങ്ങനെ റീറ്റെയിൽ എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കും കൊച്ചിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡിഫറെന്റ് പ്രോജക്റ്റ് ആണ്. നമ്മളും വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് അത് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിലെ ഏറ്റവും ലാർജസ്റ്റ് ഷോപ്പിംഗ് മാൾ മണ്ണാർക്കാടാണ്. നമ്മളത് കൺസ്ട്രക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതും അല്ല, പാലക്കാട് ജില്ലയിലെ ഏറ്റവും ലാർജസ്റ്റ് ഷോപ്പിംഗ് മാളാണ് നമ്മൾ മണ്ണാർക്കാട് കൊണ്ടുവരുന്നത്. അതും ഓൾമോസ്റ്റ് 7 lakh സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. പിന്നെ നിലമ്പൂർ വരുന്നുണ്ട്. കുന്നംകുളം, തൃശ്ശൂർ കുന്നംകുളം നമുക്ക് ഒരു പ്രോജക്റ്റ് വരുന്നത്. അത് ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ താമരശ്ശേരി നമ്മളൊരു ഡിഫറെൻറ്റ് ഒരു ഡെസ്റ്റിനേഷൻ പ്രോജക്റ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മലപ്പുറത്തും അങ്ങനെ ഒരു പിന്നെ 1-2 ഇതുണ്ട്. അത് ഡിസൈൻ ടേബിളാണ്, അനൗൺസ് ചെയ്യാൻ ആയിട്ടില്ല. അത് ഇമീഡിയറ്റ്ലി അനൗൺസ് ചെയ്യും. കേരളത്തിൽ മുഴുവൻ മോളുകൾ വരും ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ. ഞാൻ പറഞ്ഞ ഓർഗനൈസ് റീറ്റെയിൽ അതിന് നല്ല സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കേരളം ഒരു നല്ലൊരു കൺസ്യൂമർ മാർക്കറ്റാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എല്ലാ നാട്ടിലും ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഹൈലൈറ്റിന്റെ ഉദ്ദേശം. പുതിയ സിഇഒയുടെ വിഷനാണ് ഇങ്ങനെ മോളുകൾ നമുക്ക് കൂടുതൽ പണിയാന്ന് തോന്നിയത്. അല്ല, തീർച്ചയായും ഫാദർ എന്താ പറയാ, ഉപ്പനെ പറ്റി എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വിഷണറി, റിസ്ക് ടേക്കിംഗ് ഒരു എന്താ പറയുക ഒരു ഓൺടർപ്രണർ എന്നാണ് എപ്പോഴും പറയും. അപ്പോൾ ഫാദറിന്റെ ഒരു വിഷൻ ആണ് ശരിക്കും ഇങ്ങനത്തെ നല്ല കൂടുതൽ ഡിഫറെന്റ് പ്രോജക്ട്സ് ചെയ്യാന്നാണ് ഫാദറിന്റെ അല്ലെങ്കിൽ ഉപ്പന്റെ വിഷൻ എന്ന് പറയുന്നത്. പണ്ട് മുതലേ നോക്കിയാൽ ഫോക്കസ് മോൾ മുതൽ നോക്കിയാൽ ഫോക്കസ് മോൾ കേരളത്തിലെ ഫസ്റ്റ് ഷോപ്പിംഗ് മാൾ ഹൈലൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഫാദറാണ് കേരളത്തിലെ ഫസ്റ്റ് റെഡിമിക്സ് കോൺക്രീറ്റ് അല്ല നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റിന്റെ ഒരു ഫസ്റ്റ് കമ്പനി കേരളത്തിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹൈലൈറ്റ് ആണ്. ഹൈലൈറ്റ് റെഡിമിക്സ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കമ്പനി 2001 തോന്നുന്നു. ആ ടൈമിൽ ഫസ്റ്റ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാദറാണ്. അതേപോലെ
കേരളത്തിലെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ലിവിംഗ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു നോർമലി ഒരു ടിപ്പിക്കൽ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റുകളാണല്ലോ. അന്നുള്ള 2009 ആ സമയത്താണ് തോന്നുന്നു ഫസ്റ്റ് കമ്മ്യൂണിറ്റി ലിവിംഗ് കോഴിക്കോട് ഹൈലൈറ്റ് മെട്രോമാക്സ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കേരളത്തിലെ ഫസ്റ്റ് IB സ്കൂൾ നമ്മളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഓണ്ടർപ്രണറാണ് ഉപ്പ എന്നാണ് എല്ലാവരും പറയും, ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ഉപ്പൻ്റെ ഓരോ വിഷനും എന്താ പറയുക കട്ട സപ്പോർട്ട് ചെയ്ത് ഫുൾഫിൽ ചെയ്ത് പോകാന്നുള്ളതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. നല്ല ടീമും ഉണ്ട്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു മാത്രം, അത്രേ ഉള്ളൂ. ആസ് എ CEO സൂപ്പർ. ഇപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡ് നമ്മൾ കൊച്ചിയിലിരിക്കുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അത് വാട്ടർ ഫ്രണ്ട് അവിടെ എന്തൊക്കെ ഉണ്ടാവും? വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഈ പ്രോജക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും? സോ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്, ഒരു ഷോപ്പിംഗ് മാൾ പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. നമ്മളും ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കാണാത്ത ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ബേസിക്കലി അതിൽ വരുന്നത് കുറച്ച് റീറ്റെയിൽ ഉണ്ടാവും. റീറ്റെയിൽ കുറച്ച് ബ്രാൻഡ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. F&B ആയിരിക്കും നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് മൾട്ടിപ്പിൾ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡ്സിനെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പ്ലസ് ലോക്കൽ ബ്രാൻഡ്സ് കൂടെ ഉണ്ടാവും. അത് ഡിഫറെൻറ്റ് കിയോസ്ക് മുതൽ ഫുൾ ഫ്ലെജ് ഡൈനിങ് സ്പേസ് വരെ കോഫി ഷോപ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കും. പിന്നെ എൻ്റർടൈൻമെൻറ്റ്, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് സ്പേസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ജൈൻ വീലും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പെർമനന്റ് ജൈൻ വീൽ കാണുന്നുണ്ട്. ഓഫ്കോഴ്സ് അപ്രൂവലും കാര്യങ്ങളൊക്കെ അതിൻ്റെ നടക്കുന്നുള്ളൂ. പിന്നെ ഇഫ് പോസിബിൾ നമ്മൾ സ്പോർട്സ് വാട്ടർ ആക്ടിവിറ്റീസും നമ്മൾ അതിൽ കാണുന്നുണ്ട്. അതൊരു ടീമിനായിട്ട് ഓൾറെഡി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സാധ്യതകളും കാര്യങ്ങളും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആ ഡെപ്തിൽ വാട്ടർ ബോഡിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസും കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മൾട്ടി സാധനമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി നമുക്കത് സോഫ്റ്റ് ലോഞ്ച് ഈ വർഷം തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഒരു ഡെസ്റ്റിനേഷനായി മാറും. അതെ, തീർച്ചയായും. ഈ പറഞ്ഞ പോലെ ഫോർട്ട് കൊച്ചിൻ്റെ ഒരു എൻട്രി പോയിന്റ് ആണ്. അപ്പം വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് കുറച്ചും കൂടെ ഒരു സൈലന്റ് ഏരിയ ആണ്. പക്ഷേ ആൾക്കാർക്ക് എല്ലാ സൈഡിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് കണക്കാക്കുന്നു. ഈ പറഞ്ഞ തന്നെ ട്രാഫിക്കിൽ നിന്നൊക്കെ മാറി അല്ലെങ്കിൽ ആ ഒരു ബസ് നോയ്സ് നിന്ന് മാറിയിട്ടൊരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് മാറുമെന്നാണ് വിചാരിക്കുന്നത്. ഉറപ്പായിട്ടും. ഒരു കോമൺ മാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളൊരു മെട്രോ പണിയാൻ 5000 കോടി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഒരു മോള് പണിയാൻ എത്ര കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും? ഈ പറഞ്ഞ തന്നെ അത് ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് ആ ലൊക്കേഷനും എല്ലാം കണക്കാക്കണം. കാരണം ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു കോസ്റ്റ് വരുന്നത് ലാൻഡ് എന്നാണ്. ലാൻഡാണ് നമ്മളൊരു മേജർ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ലാൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈ ആണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സും നമ്മളത് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ലാൻഡ് കോസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും വലിയൊരു മേജർ എക്സ്പെൻസ് വരുന്നത്. പ്ലസ് ഓഫ് കോഴ്സ് ആ സൈസിനനുസരിച്ച് കൺസ്ട്രക്ഷൻ കോസ്റ്റും ഹൈ ആണ്. പക്ഷേ എമൗണ്ട് എങ്ങനെ എനിക്ക് തോന്നുന്നത് അത് പറയുന്നില്ല. മേജറായിട്ട് വരുന്നത് നമ്മളെ ലാൻഡും കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ തന്നെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഒരു പ്രോജക്റ്റ് ഇത്രയും വലിയൊരു സ്കെയിലിൽ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അപ്രൂവൽസും ലാൻഡ് അക്വിസിഷനാണ് നമ്മൾ മേജർ ചാലഞ്ച് വരാറ്, ഇനീഷ്യൽ ചാലഞ്ച്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്രൂവൽസും അങ്ങനെ ഒരുപാട് അത് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തന്നെ ഒരുപാട് ചാലഞ്ചസ് ത്രൂ ഫേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഫുൾ ഫ്ലോ. ഇപ്പം പബ്ലിക് കാണുന്നത് എന്താ വെച്ചാൽ നേരെ ഓപ്പൺ ചെയ്തിട്ട് ആ വലിയൊരു ഷോപ്പിംഗ് മോൾ വരുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ശരിക്കും ഒരു പ്രോജക്റ്റ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്ത് പബ്ലിക്കിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഒരുപാട് പേരെ ടീം വർക്ക്, അത് എഫേർട്ടാണ്. ഒരു മോൾ എന്ന് പറയുമ്പോൾ അത് ഡെയിലി ആള് വരുന്നതിന് മുമ്പ് അത് റെഡിയാക്കി ആള് പോയി കഴിയുമ്പോൾ അത് അടുത്ത ദിവസത്തേക്ക് റെഡിയാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. എളുപ്പമാണ് ഇത് കൊണ്ടെടുക്കുക. നമ്മൾ ആരെ ഇത് ഏൽപ്പിക്കുക ശരിക്കും? ഇത് ഈ പറഞ്ഞ തന്നെ കസ്റ്റമർ സെൻട്രിക് ഒരു ഷോപ്പിംഗ് മോളാണല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡെയിലി ആണല്ലോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ വീക്കെൻഡ് പോലും ഇപ്പോൾ ഏത് ഷോപ്പ് എടുത്ത് നോക്കിയാലും ആഴ്ചയിൽ ഒരു ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മന്ത്ലി എപ്പോഴെങ്കിലും ഒരു ലീവോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതിപ്പോൾ പബ്ലിക് ഹോളിഡേ ആണെങ്കിലും പബ്ലിക് ഹോളിഡേയിലാണ് ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയത്. അത് പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ് എത്രയും ഒരുപാട് ആൾക്കാരാണല്ലോ വരുന്നത്. ഒരു 5-10 ആൾക്കാരല്ലല്ലോ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് എവറി ഡേ ഓൺ എ ഡെയിലി ബേസിസ്. അപ്പം അത്രയും വാക്കിൻസ് ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്യാനാണ് ഏറ്റവും വലിയൊരു ഓപ്പറേഷണലായി കഴിഞ്ഞാലുള്ള ഏറ്റവും ചാലഞ്ച്. അപ്പോൾ അതിന് നമ്മളെ തന്നെ ടീമുണ്ട്. നമ്മളൊരു കമ്പനി ഹൈലൈറ്റ് അർബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിൻ്റെ മോൾ മാനേജ്മെന്റ് നമ്മൾ ഏൽപ്പിക്കുന്നത്. നമ്മളെ തന്നെ സബ്സിഡറി കമ്പനിയാണ്. അത് ഹെഡ് ചെയ്യുന്ന എൻ്റെ കസിൻ ബ്രദറാണ്. അങ്ങനെ ഒരുപാട് നമ്മളെ അണ്ടറിൽ ഞാൻ പറഞ്ഞ നല്ലൊരു ടീമുണ്ട്. ഇപ്പം ഹൈലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ ഡെവലപ്പറും ഹൈലൈറ്റ് ആണ്. നമുക്കൊരു കോൺട്രാക്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആയതുകൊണ്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നതും A to Z നമ്മൾ തന്നെയാണ്. അത് ഏൽപ്പിക്കുന്ന മോൾ മാനേജ്മെന്റ് കമ്പനിയും ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു A to Z കൺട്രോൾ കിട്ടും. ഒരു മോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റ് ഹൈലൈറ്റ് കൊണ്ടുവരുമ്പോൾ കംപ്ലീറ്റ് കൺട്രോൾ കിട്ടും. എല്ലാത്തിനും നമുക്ക് തന്നെ വെർട്ടിക്കലും നമുക്ക് നല്ല സ്ട്രോങ് ടീം ഉള്ളതുകൊണ്ട് ലീസിംഗ് മുതൽ അങ്ങനെ എല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആ ക്വാളിറ്റി കൺട്രോൾ എന്തായാലും എൻഷുർ ചെയ്യാൻ പറ്റും. അന്ന് വാപ്പാക്ക് ഒരു മോള് പണിയാൻ തോന്നാൻ കാരണം എന്തായിരിക്കും? പറഞ്ഞിട്ടുണ്ടോ വാപ്പ എപ്പോഴേലും?
ഈ പറഞ്ഞ തന്നെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടാണ് ബേസ്, അല്ലെങ്കിൽ മലപ്പുറം കോഴിക്കോടാണ് നമ്മളെ ബേസ് വരുന്നത്. അപ്പോൾ കോഴിക്കോടാണെങ്കിലും മലപ്പുറം എടുത്ത് നോക്കുന്ന ഒരുപാട് സ്ട്രീറ്റ് ഉണ്ട്, ഒരുപാട് ഷോപ്പും കാര്യങ്ങളും. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് അന്നത്തേക്കാളും ഇന്ന് അതിന് ഇമ്പോർട്ടൻസ് വന്നു. പക്ഷേ ഉപ്പ അന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടാണ് ചിന്തിച്ചിട്ടുള്ളത്. ഇന്ന് അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന് കാറോ ഒരു 2 വീലറോ ഇല്ലാത്തൊരു വീടില്ല എന്നാണ് കേരളത്തിൽ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരുടെ ഇന്ന് ആക്സസിബിൾ ആയി, ട്രാൻസ്പോർട്ടോ കാര്യങ്ങളോ മിക്ക ആൾക്കാരുടെ അടുത്ത് ഒരു മേജർ പോർഷൻ ആൾക്കാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന നല്ല പാർക്കിംഗ് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അണ്ടർ 1 അംബ്രല്ല എവറിബഡി ക്യാൻ അവൈൽ ദ ഫെസിലിറ്റീസ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് മുന്നിൽ കണ്ടിട്ടാണ് ശരിക്കും അന്ന് ഷോപ്പിംഗ് മാളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞത് ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ഐഡിയാസ് സ്പാർക്ക് ചെയ്യുക. അപ്പോൾ ഫാദർ അന്ന് ഒരുപാട് ഈ പറഞ്ഞ തന്നെ തൊട്ടടുത്ത മെട്രോ സിറ്റീസിലൊക്കെ പോകുമ്പോൾ, തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ നെയ്ബറിംഗ് സ്റ്റേറ്റ് കർണാടകയിലായാലും തമിഴ്നാട്ടിലായാലും ബോംബെയിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മളെ നാട്ടിലില്ല എന്നുള്ള ഭയങ്കര ഒരു വിഷമം ഇപ്പം എപ്പോഴും പറയും. ഭയങ്കര ഒരു വിഷമം ശരിക്കും ഉണ്ടാവാറുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ എന്താ ഇപ്പം നമുക്ക് എന്താ കുറവെന്നുള്ളൊരു തോട്ട് വരുമല്ലോ. കാരണം അവരെക്കാളും സ്പെൻഡിങ് പവർ ഉണ്ട്, എക്സ്പോഷർ ഈ GCCയും അല്ലെങ്കിൽ പല ഫോറിൻ കൺട്രീസ് എക്സ്പോഷർ നമുക്കാ കൂടുതൽ, ലിറ്ററസി റേറ്റ് പറയുകയാണെങ്കിൽ നമ്മളാ കൂടുതൽ ഹയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടുതലുണ്ടായിട്ട് ഇങ്ങനത്തെ സ്പേസ് എന്തുകൊണ്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവല്ലോ, വിഷമം ഉണ്ടാവല്ലോ. അതാണ് ആ തോട്ടം നിന്നാണ് തുടങ്ങിയെന്ന് എപ്പോഴും പറയും. സൂപ്പർ. അപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ ഓൺടർപ്രണർ ആണ് അജില്. പാപ്പാടെ വിഷൻ, പാപ്പാടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു CEO. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഓൺടർപ്രണർ എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഏജിനൊരു പ്രസക്തി ഇല്ല. അത് എത്ര ചെറിയ ആളാണെങ്കിലും എത്ര ഏജുള്ള ഒരാളാണെങ്കിലും ഏജിനല്ല പ്രസക്തി, അവരുടെ കപ്പാസിറ്റിക്കാണ് അക്സെപ്റ്റൻസ്, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. അല്ല അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്കുണ്ട്. കാരണം ഏജ് ഞാനിപ്പോൾ അവിടെ പോയിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം, മീൻസ് ഏജ് കുറവായതുകൊണ്ട് എനിക്ക് അക്സെപ്റ്റൻസ് കുറവോ അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഇനീഷ്യലി ഉണ്ടായിരുന്നു, ഏജ് കുറവായതുകൊണ്ട് അപ്രോച്ച് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഓവർകം ദാറ്റ്, അങ്ങനെ ഇപ്പോൾ ഒരു ഇഷ്യൂ ഇല്ല, ഫേസ് ചെയ്യുന്നില്ല. പക്ഷേ എപ്പോഴും ഈ പറഞ്ഞത് ആ ലെഗസി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ എക്സ്പെക്ടേഷൻ ആ പ്രഷർ ഇസ് ക്വൈറ്റ് ഹൈ. കാരണം എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഈ പറഞ്ഞ ഫാദറിൻ്റെ ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്സെപ്റ്റൻസും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാനും കുറച്ചും സമയമെടുക്കും. ആ ഇവൻ ഇന്നലെ വന്നല്ലേ, നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ, UK MBA കഴിഞ്ഞ് വരുന്നു, അങ്ങനത്തെ സെക്കൻഡ് ജന് വരുന്നു, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനത്തെ രീതിയിലാണല്ലോ ആൾക്കാർ കാണുക. സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അക്സെപ്റ്റൻസ് എന്തായാലും ഇനീഷ്യലി എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ നമ്മളെ പ്രവൃത്തിയോടുകൂടെ നമ്മളെ കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൂടെ നമുക്ക് പ്രൂവ് ചെയ്യുമല്ലോ. പിന്നെ പറഞ്ഞാൽ നമ്മൾ ടീമിൻ്റെ കൂടെ നിൽക്കുമ്പം അവർ തിരിച്ചും ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പം അതെന്താണ് ടീം എന്നാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സൂപ്പർ. അപ്പോൾ ഒരുപാട് വെർട്ടിക്കൽസ് ഉണ്ട് ഹൈലൈറ്റ് ഗ്രൂപ്പിന്. അതിൽ ഹൈലൈറ്റ് വെർട്ടിക്കൽ റിയൽ എസ്റ്റേറ്റ് ആണോ? ഞാൻ പറഞ്ഞ മേജർ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ആണ്. പക്ഷെ റിയൽ എസ്റ്റേറ്റ് കൂടാതെ നമുക്ക് മൾട്ടിപ്പിൾ വെഞ്ചേഴ്സ് നമ്മൾ എന്തായാലും സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്, പല സ്റ്റേജസിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നേരത്തെ പറഞ്ഞ തന്നെ ഞാൻ പേഴ്സണലി കുറച്ചുകൂടി അറ്റാച്ച് ആയിട്ടുള്ള ഒരു വെർട്ടിക്കലാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെയാണ് ഞാൻ തുടങ്ങി. എൻ്റെ ഒഫീഷ്യൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷനിലാണ്. അവിടെ തന്നെയാണ് പഠിച്ചത്? അല്ല, ഞാൻ പഠിച്ചത് ആക്ച്വലി ഊട്ടിയിലായിരുന്നു, ഗുഡ് ഷെപ്പേർഡ് ആയിരുന്നു സ്കൂളിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സിംഗപ്പൂരായിരുന്നു അണ്ടർഗ്രാഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ IIM ബാംഗ്ലൂർ റിയൽ എസ്റ്റേറ്റ് കോഴ്സ് ചെയ്തു. ശരിക്കും സിനിമ കാണിക്കുന്ന പോലെ പുറത്തുനിന്ന് പഠിച്ചാണ്. അപ്പം ഷെയ് പറഞ്ഞ തന്നെ നാട്ടിലും ഒരുപാട് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ പുറത്ത് സിംഗപ്പൂർ പഠിക്കുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എവറി മന്ത് നാട്ടിൽ വിസിറ്റ് ചെയ്യാറുണ്ട്, വരാറുണ്ട്. കാരണം എനിക്കെപ്പോഴും നാടിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. കാരണം പ്രത്യേകിച്ച് ചെറുപ്പം മുതലേ ഈ ബിസിനസ്സും നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് നാടിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും എവറി മന്ത് ഐ യൂസ് ടു കം. അപ്പം അങ്ങനെ പഠിച്ചിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ. റിയൽ എസ്റ്റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് പല വെർട്ടിക്കൽസ് വരുന്നുണ്ട്, ഇന്റീരിയേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ പല വെർട്ടിക്കൽസ് വരുന്നുണ്ട്. അതിൻ്റെ A to Z മാനുഫാക്ചറിങ് മുതൽ അങ്ങനെ ഒരുപാട് വെർട്ടിക്കൽസ് റിയൽ എസ്റ്റേറ്റിന് അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് എഡ്യൂക്കേഷൻ ആണ്, സ്കൂൾസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് F&B ബ്രാൻഡ്സ് വരുന്നുണ്ട്. നമുക്ക് കോഫി ഷോപ്പ് ബ്രാൻഡ് ഉണ്ട്, ഹഗ് അമ്മഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ കോപ്സിഗോ, അങ്ങനെ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഉണ്ട് F&Bൻ്റെ അണ്ടറിൽ, ഫുഡ് ആൻഡ് ബെവറേജിൻ്റെ അണ്ടറിൽ. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഇയർ ആണ് നമ്മൾ അതിൽ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് മൾട്ടിപ്ലെക്സ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പലാക്സി സിനിമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റാണ് അതിൻ്റെ ഫസ്റ്റ് ബ്രാൻഡ് വന്നിട്ടുള്ളത്. അതിൻ്റെ സെക്കൻഡ് നമ്മൾ തൃശ്ശൂർ ഇമീഡിയറ്റ്ലി ഓപ്പൺ ചെയ്യുന്നുണ്ട്, പെരിന്തൽമണ്ണ നമ്മൾ വരുന്നുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ അതും ഈ വർഷത്തേക്കും നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് നമുക്ക് എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്. അതാണ് വേറൊരു വെർട്ടിക്കൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഹോസ്പിറ്റൽ നമ്മൾ LNI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മദർ ആൻഡ് ചൈൽഡ് കോൺസെപ്റ്റിൽ ഒരു ഹോസ്പിറ്റലും റീസെൻ്റ്ലി ലാസ്റ്റ് വീക്കാണ് നമ്മളൊരു പുതിയൊരു വെൽനെസ്
വുമൺ ആൻഡ് ചൈൽഡ് റിട്രീറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ LNI എന്ന് പറഞ്ഞ ബ്രാൻഡിന് അണ്ടറിൽ അതും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മെഡിക്കൽ ഫീൽഡിലേക്കും കൂടെ നമ്മൾ വരുവാണ്. അത് ഇത്രയും വേർട്ടിക്കൽസ് ഉള്ളപ്പോൾ ഒരു പുതിയ വേർട്ടിക്കലിലേക്ക് നമ്മൾ ഇറങ്ങണം എന്ന് എപ്പോഴാണ് തീരുമാനിക്കുക? അത് ഞാൻ പറഞ്ഞ പല സിറ്റുവേഷനിലാണല്ലോ നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വരുമ്പോഴാണ് ഓരോ ഡിസിഷൻസ് എടുക്കാറ്, അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിലാണ് ശരിക്കും എടുക്കാറ്. അത് ഇപ്പോൾ ഹഗമഗിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു തമാശയായിട്ട് പറയാൻ പറ്റുമോ? കാരണം ഹഗമഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 10 ഔട്ട്ലെറ്റ്സ് ആണ് ഉള്ളത്. അതും എക്സ്പാൻഷൻ പ്ലാനിലുണ്ട്, 100 ഔട്ട്ലെറ്റ് എത്തിക്കുക എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഒരു കോഫി ഷോപ്പ് ബ്രാൻഡാണ്. നമുക്ക് നിലമ്പൂരും നമുക്കൊരു ബ്രാഞ്ച് വരുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിലും ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങുന്നത് നമ്മളൊരു കൊമേഴ്ഷ്യൽ ടവർ, ഒരു ഓഫീസ് സ്പേസ്, ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് സ്പേസ് കാലിക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നിപ്പം ഭയങ്കര ഒരു ബസിങ് ഒരു എന്താ പറയുക ഒരു നല്ലൊരു സ്പേസ് ആയി മാറിയിട്ടുണ്ട്, ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബായി മാറിയിട്ടുണ്ട് മലബാറിൻ്റെ. അപ്പം അവിടെ ഒരു കോഫി ഷോപ്പ് അന്ന് ആൾക്കാരെ എത്തിക്കാനോ ലീസിങ്ങും കാര്യങ്ങളൊന്നും സ്ട്രോങ് ആക്കാനോ പബ്ലിക്കിനെ വാക്ക് ചെയ്ത്, കാരണം മോളിൽ ആൾക്കാർ വരും, പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ആകുമ്പോൾ പബ്ലിക്ക് വരാത്തൊരു ഏരിയ ആണ്. അപ്പം അങ്ങനത്തെ ഒരു സ്പേസിൽ ആൾക്കാർ എത്തിക്കാൻ വേണ്ടി പബ്ലിക് ഇത് കാണണമെന്ന ആഗ്രഹത്തോടുകൂടെ ഒരു കോഫി ഷോപ്പ് വേണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഒരുപാട് ബ്രാൻഡ്സിനെ അപ്രോച്ച് ചെയ്തു. അന്ന് CCD ഒക്കെ ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് പോകുന്ന ഒരു കാലഘട്ടം, സ്റ്റാർബക്സും കോസ്റ്റ് ഒക്കെ അന്ന് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ്, അങ്ങനെ ലോക്കൽ ബ്രാൻഡ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്രോച്ച് ചെയ്ത് ആരും വരാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മളെന്നാ നമ്മളൊരു സ്വന്തം ബ്രാഞ്ച് ഉണ്ട് തുടങ്ങാന്നുള്ള ഒരു പേരിട്ട് അങ്ങനെ നമ്മളൊരു ഇതിലാണ് പല കൺസൾട്ടന്റും പല ആൾക്കാരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഒരു ടീം ഫോം ചെയ്ത് തുടങ്ങേണ്ടായത്. അങ്ങനെയാണ് നമ്മൾ ആ F&B ആ ഒരു ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ആ ബ്രാൻഡ് തുടങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പൊ പലാക്സി ആണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പലാക്സി ഇതേ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ഈ റീറ്റെയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാന്ന് കോവിഡിന് ശേഷമാണ് നമ്മൾ കുറച്ച് ഡിസിഷൻ എടുത്തിട്ടുള്ളത്. അതുവരെ നമുക്കൊരു 3 പ്രോജക്ട്സ് ഉണ്ടായിട്ടുണ്ടല്ലോ. കോവിഡിന് ശേഷമാണ് ഓൾമോസ്റ്റ് ഒരു ഇത്രയും മോൾസ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തുടങ്ങാനുള്ള ഡിസിഷൻ എടുത്ത്. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ ഇപ്പം സിനിപോളിസോ PVR അങ്ങനെ മൾട്ടിപ്പിൾ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ് ഉള്ളത് നമുക്ക് മാർക്കറ്റിൽ, അല്ലെങ്കിൽ ലോക്കൽ ബ്രാൻഡ്സും ഉണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കാമെന്നാണ് കസ്റ്റമേഴ്സിനെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവരെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിപോളിസോ PVR വരുമ്പോൾ നമ്മളെപ്പോലത്തെ ഇപ്പം നിലമ്പൂരായാലും അല്ലെങ്കിൽ കാലിക്കറ്റ് ആണെങ്കിലും കൊച്ചി ആണെങ്കിലൊക്കെ അവർ കേരളത്തിനെ കൺസിഡർ ചെയ്യുന്ന, ഒബ്വിയസ്ലി അവർ ഇന്റർനാഷണൽ ബ്രാൻഡ് ആകുമ്പോൾ കേരളത്തിനെ കൺസിഡർ ചെയ്യുന്ന എപ്പോഴും ഒരു ചെറിയ മാർക്കറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു അവരെ സംബന്ധിച്ചോളം ഒരുപാട് സിറ്റീസിൽ ഒരു സിറ്റി അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ടൗൺ അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കേരളത്തിന് പൾസ് അറിയാം, ആൾക്കാരെ എക്സ്പോഷർ അറിയാം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം, നമുക്ക് കുറച്ചും കൂടെ ഒരു റൂട്ട് ലെവൽ അറിയാലോ, നാടറിയാം. അപ്പോൾ തീർച്ചയായും അപ്പം നമുക്ക് ആ എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ബെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഒരു കോംപ്രമൈസും ചെയ്തെന്നുള്ളത് സ്വന്തം ബ്രാൻഡ് തുടങ്ങാം, എന്നിട്ട് ബെസ്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് പെലാക്സി തുടങ്ങുന്നത്. അത് കാലിക്കറ്റ് എന്താ പറയുക വിസിറ്റ് ചെയ്താൽ അറിയാനും പറ്റും, കാരണം അത്രയും ഒരു ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും വരുത്താതാണ് ശരിക്കും എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതെന്നാണ് അതിന്റെ ഒരു തോട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് സ്വന്തം തിയേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ്, പ്ലസ് നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ബ്രാൻഡ്സും നമ്മളെ സ്വന്തം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മൾട്ടിപ്പിൾ ബ്രാൻഡ്സും തിയേറ്ററും ഹൈപ്പറും എല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് പ്രസൻസ് നമുക്ക് അറിയിക്കാൻ പറ്റും. പലാക്സി എന്നുള്ള പേര് എങ്ങനെയാണ് മൾട്ടിപ്ലക്സിന്? പലാക്സി എന്ന് ഞാൻ പറഞ്ഞ തന്നെ അത് ഈ പറഞ്ഞ നമ്മളെ മാർക്കറ്റിംഗ് ടീം ഉണ്ട്, നമുക്ക് ഇൻഹൗസ് ടീം വരുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ പേരിട്ട് വരുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു എക്സ് എന്ന് പറഞ്ഞപ്പോൾ ഏത് ബ്രാൻഡ് എടുത്തോ, ഐനോക്സോ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുള്ള ഇന്റർനാഷണൽ സിനിമ ബ്രാൻഡ്സ് എടുത്തു നോക്കിയാലും ഐമാക്സ്, അങ്ങനെ എക്സ് എന്നുള്ളതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തോന്നി, കാരണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നി സിനിമ ബ്രാൻഡിനിട്ട്. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ബ്രാൻഡ്സിന്റെ നെയിം ഇങ്ങനെ സജഷനിൽ വന്നപ്പോഴാണ് ഇത് കുറച്ചും കൂടെ ഫാദറിന് കുറച്ചും കൂടെ ഒരു ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ആസ് എ ടീം ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും നല്ലൊരു ഫീഡ്ബാക്കും കിട്ടിയപ്പോൾ അങ്ങനെ അത് നോക്കി ഇത് അങ്ങനൊന്നുമില്ല. അത് ജസ്റ്റ് പേര് ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ആ പേരിനേക്കാളും നമ്മൾ എങ്ങനെ അത് പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബ്രാൻഡ് പൊസിഷനിങ്ങിനാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ പേരൊക്കെ പിന്നെ ഇപ്പം ലോകത്തിൻ്റെ പല ബ്രാൻഡ് എടുത്ത് നോക്കിയാലും പേരിനേക്കാളും ഇമ്പോർട്ടൻസ് അത് പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. മൾട്ടിപ്ലക്സും എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലായിടത്തും കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടല്ലേ? തീർച്ചയായും. അത് ഇപ്പോൾ പറഞ്ഞ നെക്സ്റ്റ് ഓപ്പണിംഗ് തൃശ്ശൂരാണ് ഇമീഡിയറ്റ്ലി വരുന്നത്. പെരിന്തൽമണ്ണ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ മൾട്ടിപ്പിൾ നമ്മൾ എല്ലാ പ്രോജക്റ്റിലും പെലാക്സി സിനിമാസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, എല്ലാ ഷോപ്പിംഗ് മോൾ പ്രോജക്ട്സിലും. അല്ലാതെ ഇപ്പോൾ പെരിന്തൽമണ്ണ നമ്മൾ തന്നെ വേറെ പ്രോജക്റ്റിലാണ് വരുന്നത്. അതും കേരളത്തിന്റെ പല ഭാഗത്ത് എക്സ്പാൻഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഹഗമഗും പലാക്സി ആണെങ്കിലും രണ്ടും ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പം CCD ഉണ്ടായിരുന്നു, സ്റ്റാർബക്സ് ഉണ്ട്, ഐമാക്സ് ഉണ്ട്, PVR ഉണ്ട്. അപ്പോൾ അവർക്കിടയിൽ നമ്മൾ
മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊരു സ്ട്രാറ്റജി വേണ്ടേ? ഞാൻ പറഞ്ഞ തന്നെ നമുക്ക് നാടറിയാലോ, കേരളത്തിൻ്റെ മണ്ണ് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പം ആൾക്കാരെ പൾസും എല്ലാം അറിയാലോ, എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നില്ല. കാരണം കേരളം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് മാർക്കറ്റാണ് ബാക്കിയുള്ള സിറ്റീസ് കമ്പയർ. കാരണം കാരണം എക്സ്പോഷർ കുറച്ചും കൂടെ കൂടുതലാണ്. ബാക്കിയുള്ള ഇപ്പോൾ കർണാടക എടുത്താലും തമിഴ്നാട് എടുത്താലും ആളുകളുടെ എക്സ്പോഷറും എക്സ്പെക്ടേഷനും ഭയങ്കര ഹൈ ആണ്. അപ്പം തീർച്ചയായിട്ടും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആൾക്കാർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. കമ്പാരിസൺ എപ്പോഴും ഇപ്പം ഹഗമാണെങ്കിലും കമ്പാരിസൺ എപ്പോഴും സ്റ്റാർബക്സോ അല്ലെങ്കിൽ ഇപ്പം ഈ തിയേറ്റർ ആണെങ്കിൽ ദുബായത്തെ തിയേറ്ററൊക്കെ ആയിരിക്കും അവരുടെ എക്സ്പെക്ടേഷൻ എന്ന്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം മലയാളി എല്ലായിടത്തും പോയിട്ടുണ്ട്. മലയാളി എല്ലായിടത്തും പോയിട്ടുണ്ട്. തമാശ പോലും പറയാലോ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു മലയാളി ഉണ്ടാവുന്നില്ല. അത് തീർച്ചയായും ശരിയാണ്, എക്സ്പോഷർ വൈസ് ശരിയാണ് തീർച്ചയായും. റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി എങ്ങനെയൊക്കെ മാറി? പണ്ട് നമ്മൾ സിനിമയിലും കണ്ടിട്ടുണ്ട്, എല്ലാവരും റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് ഇറങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു ബൂം വന്ന കാലം. അതിൽ നിന്ന് മാറി. പക്ഷെ ഇപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ അവസ്ഥ എന്താണ്? ഇൻഡസ്ട്രിയുടെ അവസ്ഥ എന്താണ്? റിയൽ എസ്റ്റേറ്റിന്റെ പറയുകയാണെങ്കിൽ ഇപ്പൊ റീസെന്റ് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് മാർക്കറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ പണ്ട് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ റിയൽ എസ്റ്റേറ്റ് ഭൂമി എടുത്ത് അങ്ങോട്ട് മറിച്ച് വിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി വിൽക്കുക, കൊമേഴ്ഷ്യൽ ടവർ ഉണ്ടാക്കുക. പക്ഷെ അത് ഇന്നിപ്പോൾ റൂൾസ് കുറച്ചും കൂടെ എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആണ്. അതേപോലെ ഇന്ന് റെറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോഡി വന്നിട്ടുണ്ട്, അത് നാഷണൽ വൈഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് സെക്ടറായി മാറിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ്. അപ്പം എന്താ പറയുക, ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ. കാരണം കുറേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് റൂൾസ് എല്ലാം, ക്ലിയർ ആണ്, അപ്രൂവൽസും എല്ലാത്തിനും ഒരു ട്രാൻസ്പെറൻസി വന്നിട്ടുണ്ട്. അതാണ് ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് പ്ലസ് ഒരുപാട് ലോക്കൽ ഒരു മൈന്യൂട്ട് ഒരു മൈക്രോ മാർക്കറ്റ്സും ഡെവലപ്പ് ആയിട്ടുണ്ട്. കേരളത്തിനെ പറ്റി എപ്പോഴും ഞാൻ പറയും, എപ്പോഴും ഇപ്പം സർവേ എടുത്ത് നോക്കിയാൽ പോലെ അറിയാൻ പറ്റും, ബൈ 2030 കേരള ഇസ് ഗോയിങ് ടു ബി എ ബിഗ് സിറ്റി. ഇപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ കർണാടകയിലോ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ, മൈസൂർ, മാംഗ്ലൂർ, അങ്ങനെ കുറച്ച് സിറ്റീസ് അല്ല. ബാക്കി ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും വെരി അണ്ടർ ഡെവലപ്ഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റോഡ് ഹൈവേയിലൂടെ പോകുമ്പോൾ ചുറ്റും ഒന്നും കാണാൻ പറ്റില്ല. ഒരു പെട്രോൾ പമ്പ് പോലും ഒരുപാട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കാണാം. പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. കാസർഗോഡ് നിന്ന് ട്രാവൽ ചെയ്യും, ഇപ്പോൾ റീസെൻ്റ് ഹൈവേയിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ പോവുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ കൂടുമ്പോൾ പോലും ഓരോ ടൗണുകളാണ് വരുന്നത്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. കേരള ഇറ്റ്സെൽഫ് ആസ് എ ബിഗ് സിറ്റി. അതിൽ തന്നെ ഒരുപാട് മൈക്രോ മാർക്കറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം നിലമ്പൂർ ഒരു മൈക്രോ മാർക്കറ്റാണ്, കാലിക്കറ്റ് ഒരു മൈക്രോ മാർക്കറ്റാണ്, കൊച്ചി ഒരു വലിയൊരു മാർക്കറ്റ്, അങ്ങനെ ഒരുപാട് മാർക്കറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രോജക്ട്സ് മുന്നോട്ട് കൊണ്ടുവരാമെന്നാണ്. എന്നാൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് നീഡ് എന്നുള്ളത് ലോങ് റണ്ണിൽ നമ്മളത് വിഷനിൽ നോക്കി കണ്ടിട്ട് വേണം പ്രോജക്റ്റ് കൊണ്ടുവരാൻ. ഓക്കെ, അപ്പോൾ 2030 കേരളം വലിയൊരു ടൗണായി മാറുന്നതാണ്, വലിയൊരു സിറ്റിയായി മാറുന്നതാണ്. വലിയൊരു ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു കേരളം എന്ന് പറയുന്ന ഒരു ബിഗ് സിറ്റിയായി മാറും. കാരണം ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത സിറ്റി. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ ചാലഞ്ച് റിയൽ എസ്റ്റേറ്റിൽ പണ്ടത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലാൻഡ് പ്രൈസും ലാൻഡ് അവൈലബിലിറ്റിയാണ് ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് കമ്പയർ ടു അതർ സ്റ്റേറ്റ്. കാരണം ഇന്ന് ഇപ്പോൾ റോഡിൻ്റെ ഒരു വീതി കൂട്ടാൻ പോലും നമുക്കത് സ്പേസ് ഇല്ല. ലാൻഡ് അവൈലബിലിറ്റി നമുക്ക് ആ ഒരു ഷോർട്ടേജ് ഉണ്ട്. കാരണം ചെറിയൊരു സ്റ്റേറ്റ് ആണല്ലോ. അതാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അഫോർഡബിലിറ്റി കേസിലും നമുക്കൊരു കാരണം ഈ പറഞ്ഞ റോ മെറ്റീരിയൽ ലാൻഡാണ് ഒരു ഡെവലപ്പറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് അത്രയും കോസ്റ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കസ്റ്റമറിന് ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ലോ കോസ്റ്റിൽ കൊടുക്കുക എന്നുള്ള അഫോർഡബിൾ റേറ്റിൽ കൊടുക്കുക എന്നാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ലാൻഡ് കോസ്റ്റ് ഇസ് ഹൈ കമ്പയർ ടു അതർ സ്റ്റേറ്റോ അല്ലെങ്കിൽ സിറ്റീസോ. അപ്പോൾ അതാണ് കേരളത്തിലൊരു ചാലഞ്ച് എന്ന് പറയുന്നത്, സ്ഥലത്തിൻ്റെ വില. അതെ, തീർച്ചയായും. ഓക്കെ, അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് കാര്യം പറഞ്ഞപ്പോൾ ഹൈലൈറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ഞാൻ കേട്ടു. ടെറസ് സാധാരണ നമുക്ക് അപ്പാർട്ട്മെന്റ്സിൽ ഉപയോഗിക്കാൻ പറ്റാതെ അടഞ്ഞെടുക്കുമായിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഈ തോട്ട് വന്നത്, നമുക്ക് വലിയൊരു അടിപൊളി ടെറസ് വേണം, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ആ കോൺസെപ്റ്റിലേക്ക് എങ്ങനെ വന്നത്? അത് നമ്മൾ ഹൈലൈറ്റ് ഒളിമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള റീസെന്റ് പ്രോജക്റ്റാണ്. കോഴിക്കോട് നമ്മൾ ഹൈലൈറ്റ് സിറ്റി എന്ന് പറയുന്ന ടൗൺഷിപ്പിൽ വരുന്ന ഒരു പ്രോജക്റ്റാണ്. ട്വിൻ ടവറാണ്, 2 ടവർ ആയിട്ടുള്ള കേരളത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ്. അപ്പം ഓൾമോസ്റ്റ് 1000 അപ്പാർട്ട്മെന്റ്സുള്ള വലിയ ഏരിയയിലുള്ള പ്രോജക്റ്റ്. അതിന് പ്രത്യേകത പറഞ്ഞാൽ തന്നെ ടെറസാണ് അതിന്റെ പ്രത്യേകത. യൂസബിൾ റെക്രിയേഷണൽ ഫ്ലോർ ആണ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് റെക്രിയേഷണൽ ടെറസ് ഫ്ലോർ ആണ് ആ പ്രോജക്റ്റിൽ. കോഴിക്കോട് പോലത്തെ ഒരു സിറ്റിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ടെറസിൽ ഈ പറഞ്ഞ തന്നെ എല്ലാ അമ്യൂണിറ്റീസ്, സ്ക്വാഷ് കോർട്സ്, ബാഡ്മിന്റൺ, കുറെ ഗസ്റ്റ് റൂം, ജിം, അങ്ങനെ എല്ലാ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഒരു റെസ്റ്റോറൻറ്റ്സും, കോഫി ഷോപ്പ്, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും മാക്സിമം നമ്മൾ
ടെറസിലും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് 2 ടവറിലും. അപ്പോൾ അതിൻ്റെ തോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ വിസിറ്റ് ചെയ്താൽ അറിയാം. മറീന ബേ സാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ സിംഗപ്പൂർ വരുന്നുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, പ്ലസ് ഒരു റീറ്റെയിൽ എല്ലാം വരുന്ന ഒരു പ്രോജക്റ്റാണ്. അതിൻ്റെ പ്രത്യേകത, ആ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത ടെറസ് ഫ്ലോർ ആണ്. 3 ടവറിലായിട്ട് അത് കണക്ട് ചെയ്യുന്ന ഒരു ടെറസ് ഫ്ലോർ. അതിലാണ് ഇവർ റെക്രിയേഷണൽ റെസ്റ്റോറൻറ്റ്സും സ്വിമ്മിംഗ് പൂൾ, ഒരു അത്രയും ഹൈറ്റിൽ ഒരു ഇൻഫിനിറ്റി പൂളൊക്കെ കൊടുത്തിട്ടൊരു ബ്യൂട്ടിഫുൾ ഒരു പ്രോജക്റ്റ്, ഒരു ഐക്കോണിക് പ്രോജക്റ്റ് സിംഗപ്പൂരിൽ. അപ്പം അതിൽ നിന്നാണ് ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്നാണ് ചെറിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയാം. അങ്ങനെ തുടങ്ങി പിന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആർക്കിടെക്ചറോട് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അറൈവ് ചെയ്തിട്ടാണ് ഉപ്പ ശരിക്കും ആ ഒരു ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ്, ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മളൊരു സ്റ്റെപ്പ് അഹെഡ് എന്നുള്ള രീതിയിലാണ് തോട്ട് പ്രോസസ്സ് പോവുക മൈൻഡ് സെറ്റുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ആ ഒരു ടെറസ് റെക്രിയേഷൻ ഫ്ലോർ കൊടുക്കണം എന്നുള്ള തോട്ടിലാണ് ആ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തത്. സ്റ്റാർട്ടായോ? അതിന് ഒരു ടവർ 1 നമ്മളിപ്പോൾ ഫിനിഷിങ്ങിലാണുള്ളത്. അത് ഇമീഡിയറ്റ്ലി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ടവർ 2 നമ്മൾ വർക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ലോഞ്ച് കഴിഞ്ഞു, വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ അജിൽ പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്, ശരിക്കും നമ്മുടെ ടെറസുകൾ വെറുതെ കിടക്കുകയാണ് മിക്ക അപ്പാർട്ട്മെന്റ്സിന്റെയും ഫ്ലാറ്റുകളുടെ ഒക്കെ. അപ്പൊ ഭയങ്കര തോട്ടായി പോയി. അത് സിംഗപ്പൂരിൽ നിന്ന് ഇൻസ്പയർ ആയി. അപ്പൊ അജിലാണോ വാപ്പാനോട് പറഞ്ഞത്? അല്ലല്ല, ഈ പറഞ്ഞ തന്നെ ഞാൻ പഠിച്ചത് സിംഗപ്പൂരാണ്. പ്ലസ് നമ്മൾ സിംഗപ്പൂർ മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പയും അതേപോലെ നമ്മൾ വരുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ ഈ സിംഗപ്പൂർ പോയാൽ ഒരു ഐക്കോണിക് പ്രോജക്റ്റ്, അത് കാണാതെ എന്തായാലും സിംഗപ്പൂർ വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റ് എന്തായാലും മിസ് ചെയ്യില്ല. അപ്പം അങ്ങനെ കണ്ട് ഇതെങ്ങനെ അത്രയും വലിയൊരു ഒരു എന്താ പറയുക ഒരു ടെറസ്, ഒരു ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന കാൻഡിലിവർ ഇങ്ങനെ പുറത്തേക്ക്, അതെ 3 ടവർ കണക്ട് ചെയ്യുന്ന ഒരു സാധനം മേലെന്ന്. അപ്പം അത് ഭയങ്കര ഒരു അതിശയമായിരുന്നു ശരിക്കും. ഒരു ആസ് എന്താ പറയുക, അങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള അത് ഭയങ്കര ഒരു അതിശയം പോലത്തെ ഒരു സംഭവം ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി അങ്ങനെ ഒരു തോട്ടിനെ ഓർത്താണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ടവറും. അല്ല അങ്ങനല്ല, പക്ഷെ കുറച്ചുകൂടി റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു ട്വിൻ ടവർ ആയതുകൊണ്ട് നമ്മൾ അത് എക്സാക്ട്ലി അങ്ങനെയല്ല, അതിൽ നിന്ന് ചെറിയ ഇൻസ്പിറേഷൻ കൊണ്ടുവന്നുള്ളൂ. എക്സാക്ട്ലി അങ്ങനെയല്ല, കണക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, 2 ടവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു, പക്ഷെ ഓരോ ടവറിലും അത്രയും സ്ട്രെച്ചിലാണ് നമ്മൾ ടെറസ് ഫ്ലോർ കൊടുത്തിട്ട് ലോങ്, അത്രയും വലിയ പ്രോജക്റ്റ് ആണ് അത്. ആക്സസ് ചെയ്യാനത്. കൊച്ചിയിലൊക്കെ കൂടുതലും അപ്പാർട്ട്മെന്റ്സും ഫ്ലാറ്റ്സും ഒക്കെ വെറുതെ കിടക്കുകയാണെന്ന് കണക്കുണ്ട്. കോഴിക്കോട് എന്താണ് അവസ്ഥ? കോഴിക്കോട് ഞാൻ പറഞ്ഞല്ലേ നല്ലൊരു ഡിമാൻഡ് കോഴിക്കോട് മാർക്കറ്റിലുണ്ട്. കാരണം കോഴിക്കോട് ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞ അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് കോഴിക്കോടിൻ്റെ ചുറ്റുള്ള ആൾക്കാർ, ഇപ്പം മലപ്പുറം ആണെങ്കിൽ നമ്മളിപ്പം മലപ്പുറം നമുക്ക് കുറച്ചുകൂടെ അറിയാലോ സ്ഥലങ്ങൾ, മലപ്പുറം ഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാം കോഴിക്കോടിൻ്റെ ഈ വടകര, നാദാപുരം അങ്ങനെ കുറച്ച് സ്ട്രെച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ദേ വോണ്ട് എ സെക്കൻഡ് ഹോം, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി അങ്ങനത്തെ ചെറിയ സ്ഥലത്ത് നിന്ന് മാറി ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള പല ആൾക്കാരും ആ ഒരു ട്രെൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി കാണാറുണ്ട്. പ്ലസ് ഈ പറഞ്ഞ തന്നെ ഒരുപാട് കമ്പനീസും IT കമ്പനീസും ഒരുപാട് ആൾക്കാർ ബൂമിങ് കോഴിക്കോട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഹൗസിംഗ് നീഡ് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ റിക്വയർമെൻറ്റിൽ ശരിക്കും അപ്പാർട്ട്മെൻറ്റ് നല്ലൊരു ഡിമാൻഡ് ഉണ്ട്. ഇന്ന് കേരളത്തിൽ നല്ലൊരു റെൻറ്റൽ റിട്ടേൺസും കോഴിക്കോട് മാർക്കറ്റിൽ കമ്പയർ ടു കൊച്ചി ആണെങ്കിൽ പോലും എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല റെൻറ്റൽ റിട്ടേൺസ് അപ്പാർട്ട്മെൻറ്റ്സിൽ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ 20,000-30,000 റുപ്പീസിനൊക്കെ അങ്ങനത്തെ ഒരു റേഞ്ചിൽ കിട്ടുന്ന അപ്പാർട്ട്മെൻറ്റ് അവിടെ 40-50 ഒക്കെയാണ് കോഴിക്കോട് ചോദിക്കുന്നത്. കോഴിക്കോട് റെൻറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് പല പ്രോജക്റ്റിലും പല ഇതിലും നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളെന്ന് ഇപ്പോൾ ഇനി നെക്സ്റ്റ് ലോഞ്ച് വരുന്ന ഹൈലൈറ്റ് അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ ഒരു പ്രീമിയം ലക്ഷറി പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു നീഡ് ഉണ്ട് ശരിക്കും. അതും ഒരു ഡിഫറെൻറ്റ് ഒരു ഐക്കോണിക് പ്രോജക്റ്റ് ആകുമ്പോൾ ഒന്നൊരു ഇതായിരിക്കും, കോഴിക്കോടിൻ്റെ ഒരു ലാൻഡ്മാർക്ക് പ്രോജക്റ്റ് ആയിരിക്കും. അപ്പം നല്ലൊരു നീഡ് ഹൗസിങ്ങിനുണ്ട്. നമ്മൾ ഇനിയും ഒരുപാട് പ്രോജക്ട്സ് ഹൗസിങ്ങിലും കൊണ്ടുവരുന്നുണ്ട് കാലിക്കറ്റിൻ്റെ പല ഭാഗത്തായിട്ട്. സൂപ്പർ. യങ് CEO സ്ട്രെസ് വരുമ്പോൾ എന്താ ചെയ്യുക? സ്ട്രെസ് വരുമോ? എന്തായാലും ഈ ലൈഫിൽ എന്തായാലും സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യില്ലല്ലോ. അപ്പം അതെന്നാണ് ഞാനും ഇതിപ്പോൾ എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനീഷ്യലി പറഞ്ഞ തന്നെ സ്ട്രെസ്സും ബുദ്ധിമുട്ടും, ഇപ്പോൾ ഓരോ ചാലഞ്ച് വരുമ്പോൾ അയ്യോ അതെങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഐ എം എൻജോയിങ് ഇറ്റ്. എൻജോയ് മൈ ഡേ ടു ഡേ ലൈഫ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുക, ഒരുപാട് ആൾക്കാരുടെ തോട്ട്സ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ട് കുറേ പഠിക്കാനുണ്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഐ എം എൻജോയിങ് ഇറ്റ്. അപ്പോൾ ഐ തിങ്ക് ആ രീതിയിൽ നോക്കുമ്പോൾ എന്താ സ്ട്രെസ് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പറഞ്ഞല്ലോ തലവേദന എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ പോലെ അത് എൻജോയ് ചെയ്യാൻ പഠിക്കുക എന്നുള്ള. പിന്നെ പറഞ്ഞാൽ എന്തായാലും ചില സമയത്ത് നമുക്കത് എന്താ പറയുക റിലീസ് ചെയ്യാനും, ഞാൻ പറഞ്ഞ ഞാൻ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഐ ഗോ ഫോർ ലോങ് ഡ്രൈവ്സ് ഓർ ഷോർട്ട് ഡ്രൈവ്സ് അലോൺ. ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോകും. അപ്പം മേ ബി ഐ എൻജോയ് ദാറ്റ്. അപ്പോൾ അതായിരിക്കും എനിക്കൊന്ന് ഒരു സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്ന ഒരു കാര്യം. കോഴിക്കോട്ടുകാർക്ക് മനസ്സിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് ഉണ്ടോ? മനസ്സിൽ കോഴിക്കോട്ടുകാർക്ക് ഒരു കച്ചവടം മനസ്സിലുള്ള ആൾക്കാരാണോ? നമ്മൾ ഒരുപാട് അതെ നമ്മൾ മലബാർ ആൾക്കാരെ പറ്റി എപ്പോഴും പറയും, നമ്മളെ ബ്ലഡിൽ എപ്പോഴും ഒരു ഓൺടർപ്രണർഷിപ്പ് ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യം. എല്ലാ ഫീൽഡും റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, ഇപ്പോൾ ഏത് ഏരിയയിൽ നോക്കിയാലും ഒരു കച്ചവടക്കാരൻ എന്തായാലും
ഉണ്ടാവും. ആ സ്പിരിറ്റ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് നമ്മളെ ആൾക്കാർ അല്ലെങ്കിൽ ടുവേർഡ്സ് ആ സൈഡിൽ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ആൾക്കാർ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ബിസിനസ്സിൽ എപ്പോഴും വേണ്ട റിസ്ക് എടുക്കുക എന്നുള്ള, റിസ്ക് എടുക്കാതെ സേഫായിട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബിസിനസ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം റിസ്ക് എടുക്കാനുള്ള ഒരു ആപ്പറ്റൈറ്റ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ആ ഏരിയയിലുള്ള ആൾക്കാർ കുറച്ചുകൂടെ കണ്ടിട്ടുണ്ട്. അതായിരിക്കും എല്ലാവർക്കും ആ ബ്ലഡിലുണ്ടെന്ന് പറയുന്നത്. ഒരു നല്ലൊരു ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടല്ലേ കോഴിക്കോട്? എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മളെ കോഴിക്കോട് അല്ലെങ്കിൽ ആ ഒരു പ്രദേശ പ്രത്യേകത, ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ ട്രെൻഡ് കുറച്ചുകൂടി കണ്ടിട്ടുണ്ട്. കാരണം എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു കച്ചവടക്കാരൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കാറ്. അല്ലാതെ അവന് വളർന്നു വരുന്നുണ്ടല്ലോ, അവനെ തകർക്കണം, അങ്ങനത്തെ ഒരു തോട്ട് പോകാറില്ല. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു എല്ലാവരും സപ്പോർട്ടീവാണ്. അപ്പോൾ അവരും വളരണം, അത് ത്രൂ ഞാനും വളരണം, നമുക്ക് രണ്ടുപേർക്കും ബിസിനസ് എങ്ങനെ ഒരുമിച്ച് കൊലാബ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നാണ് എല്ലാവരും ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. മോൾ കൾച്ചർ വരുന്നത് കണ്ട ജനറേഷനാണ് നമ്മൾ. അതുപോലെ മോള് നിന്നുപോയത് കണ്ടത് നമ്മുടെ ജനറേഷനാണ്. ഇപ്പം ഗോൾഡ് സൂക്ക് മോള് നിന്ന് പോയിട്ടുണ്ട് കൊച്ചിയിൽ, ഒരു മോള് നിന്നുപോയി. അപ്പോൾ മോൾ കൾച്ചറിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ആസ് എ CEO? ഞാൻ പറഞ്ഞ തന്നെ ഓർഗനൈസ് റീറ്റെയിലിന് നല്ലൊരു സ്കോപ്പ് എന്തായാലും ആസ് എ കൺസ്യൂമർ മാർക്കറ്റ് എന്തായാലും കേരളത്തിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു ചെറിയൊരു സ്പേസ്, ഒരു മോള് ഉണ്ടാക്കുമ്പോൾ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ പ്രോജക്റ്റോ കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ലോങ് റണ്ണിൽ സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഡിസൈൻ ഇസ് എ വെരി ബിഗ് എലിമെൻറ്റ്. ഡിസൈൻ, ലൊക്കേഷൻ ഫസ്റ്റ്ലി, സെക്കൻഡ് ഇസ് ഡിസൈൻ എന്തായാലും കൺസിഡർ ചെയ്തേ പറ്റൂ. കാരണം ഡിസൈൻ അനുസരിച്ച്, കാരണം ആൾക്കാർ വന്നു പോകാനുള്ള ഈസിനെസ് ആണ് ഇന്ന് നോക്കുന്നത്. കാർ പാർക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് തിരിച്ചു പോകാന്നുള്ള ഈസിനെസ് എല്ലാവരും ഇന്ന് നോക്കുന്നുണ്ട്. കാരണം അത് സെക്കൻഡ് ഫാക്ടറാണ്. തേർഡ് ഫാക്ടർ ഇസ് എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതും ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. ആ എക്സ്പീരിയൻസ് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വേണം. അപ്പോൾ ഇന്ന് കൊടുക്കുന്ന എക്സ്പീരിയൻസ് ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ അത് ഒരു ചിലപ്പം നെസസറി ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ വേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബ്രാൻഡ് മിക്സ് കൊണ്ടുവരാൻ എന്നുള്ള. ഒരു ഷോപ്പിംഗ് മാൾ ആകുമ്പോൾ നല്ലൊരു ബ്രാൻഡ് മിക്സ്, ആൾക്കാർക്ക് കുറച്ചുകൂടി അവൈൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ബ്രാൻഡ് മിക്സ് വേണം. കാരണം പല ആൾക്കാരുടെ ഒരു അഫോർഡബിലിറ്റി ചിലപ്പം നീഡ് വേറെ വേറെ ആയിരിക്കും. അതിനനുസരിച്ച് എല്ലാവർക്കും കേറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിലിറ്റി എല്ലാം കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് മിക്സും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ എപ്പോഴും ഇതെല്ലാം കൊണ്ടുവരാൻ വേണമെങ്കിൽ നല്ലൊരു ലാർജ് സ്പേസ് ആയിരിക്കണം. ഒരു ചെറിയൊരു സ്പേസിൽ ഒരിക്കലും ഇതെല്ലാം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ കാരണം ചെറിയ സ്പേസ് ആകുമ്പോൾ കുറച്ച് ബ്രാൻഡ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ മൾട്ടിപ്ലെക്സ് നമ്മൾ ചിലപ്പോൾ മിസ് ഔട്ട് ആയി പോകും, ഹൈപ്പർ ചിലപ്പോൾ നമ്മളത് ചെറുതായി പോകും. അപ്പോൾ എപ്പോഴും ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ ആണെങ്കിൽ സസ്റ്റൈനബിലിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പ്ലസ് ആ ബ്രാൻഡ് മിക്സും എല്ലാം ഈ പറഞ്ഞ ഡിസൈൻ എല്ലാത്തിനും അതിനൊരു വലിയ റോളുണ്ട്. അപ്പോൾ ഈ ഗോൾഡ് സൂക്ക് മാൾ കൊച്ചിയിൽ നിന്ന് പോയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ് ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായും അതൊക്കെ അന്ന് ഈ പറഞ്ഞ തന്നെ വലിയൊരു ലെസൺ ആണ് ശരിക്കും. ഈ പറഞ്ഞ ഗോൾഡ് സൂക്കൊക്കെ അന്നത്തെ കാലത്ത് തുടങ്ങി വലിയ രീതി എക്സ്പെക്ടേഷനോടുകൂടെ ആയിരിക്കുമല്ലോ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് അതിൽ ഡിസൈൻ ഒരു വലിയൊരു ഫോൾട്ടായിട്ട് തോന്നിയിട്ട് പിന്നെ എനിക്കൊന്ന് വേറൊരു പ്രൊജക്റ്റിനെ പറ്റി പറയുന്നത് ശരിയില്ല. പക്ഷേ ഐ തിങ്ക് ഡിസൈനും ഈ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡ് മിക്സും വലിയൊരു ഫാക്ടറാണെന്ന് തോന്നുന്നു. അതിൽ ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ് ആണല്ലോ ആൾക്കാർ നോക്കുക. ഇപ്പം വേറൊരു വലിയൊരു ഷോപ്പിംഗ് മാൾ വരുമ്പോൾ അവിടെ നല്ലൊരു ബ്രാൻഡ് മിക്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകും. പക്ഷേ വീണ്ടും വേറൊരു മാൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സങ്കടം തോന്നും, നമ്മൾ പണ്ട് പോയിരുന്ന മാള് അത്രയും വലിയൊരു ബിൽഡിംഗ് വെറുതെ കിടക്കുന്ന കാണുമ്പോൾ. ഗോൾഡ് സൂക്കിൻ്റെക്കാൾ എത്രയോ മുന്നേ തുടങ്ങിയ പ്രോജക്റ്റാണ് ഫോക്കസ് മാൾ എന്ന് പറയുന്നത്. ഫോക്കസ് മാൾ ഇന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നും നല്ല വാക്കിൻസ് ആ മാള് പുൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ പോലെ പക്ഷേ എന്നാൽ അതേ സമയത്ത് മാവ് റോട്ടിൽ തുടങ്ങിയ പല മാളും എന്താ പറയുക പല രീതിയിലും താഴോട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഡിസൈനും ബ്രാൻഡ് മിക്സും എക്സ്പീരിയൻസും ഭയങ്കര ഫാക്ടറാണെന്ന് തോന്നുന്നു. അല്ലാതെ ഒരിക്കലും അത് ഒരേ സ്ട്രെച്ചിലുള്ള ഒരേ റോട്ടിലുള്ള പല സമയത്ത് തുടങ്ങിയ മാള് ഫോക്കസ് മാൾ ഇന്നും നിലനിന്ന് പോകുന്നു. പക്ഷേ ബാക്കിയുള്ള ഷോപ്പിംഗ് മാൾസ് അത് താഴോട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ എന്തോ പുള്ളി ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ആണ്, കപ്പിൾ ഓഫ് ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പാർക്കിംഗ് സൗകര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സർവീസ് എല്ലാം ഫാക്ടറാണ്. ഓക്കെ, ഞാൻ ഓരോ ഇൻഡസ്ട്രി പറയാം. ഇതിൽ വരുന്ന ആൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പറയണം. ഓക്കെ, ചെയ്യാൻ പാടില്ലാത്ത റിയൽ എസ്റ്റേറ്റ് ഞാൻ പറഞ്ഞ തന്നെ മൈക്രോ മാർക്കറ്റ്സ് പഠിച്ച് തീർച്ചയായും എപ്പോഴും ഐ തിങ്ക് യു ഷുഡ് സ്റ്റാർട്ട് സ്മോൾ എന്ന് ഞാൻ പറയും. കാരണം എപ്പോഴും വലിയൊരു രീതിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് വലിയൊരു റിസ്ക് എടുക്കുന്നതിന് പകരം ആദ്യം ചെറിയൊരു പ്രോജക്റ്റ് ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ ഫോൾട്ടും കാര്യങ്ങളും പിന്നെ ഒരുപാട് കാര്യങ്ങൾ റൈറ്റ് ഫ്രം ലാൻഡ് അക്വിസിഷൻ മുതൽ അപ്രൂവൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നൊരു ഫീൽഡാണ്. അപ്പോൾ അത് ചെറിയ ഏതെങ്കിലും പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ എല്ലാ തകർച്ചയും എല്ലാ ഫെയിലിയേഴ്സും ഒക്കെ പഠിച്ചിട്ട് മാത്രം ഇറങ്ങുക എന്നുള്ളതാണ് പറയാം ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ചാടി ഇറങ്ങരുതെന്നാണ് പറയുന്നത്. ചാടി ഇറങ്ങുന്നതല്ല, ഒബ്വിയസ്ലി ഐ മീൻ എവ്രിബഡി ഹാസ് ദ ഓപ്പർച്യൂണിറ്റി right to jump into any sector and the right to start a business. പക്ഷേ start small എന്ന് ഞാൻ പറയും. എന്നിട്ട് അതിൽ നിന്ന് പഠിച്ചിട്ട് you can immediately go for a bigger project. ഓക്കെ, കോഫി ഹഗ്ഗ മഗ് പോലെ ഒരു F&B
ഫുഡ് ആൻഡ് ബെവറേജ് ബ്രാൻഡ് തുടങ്ങുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത? F&B എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ട്രെൻഡാണ് കോഫി ഷോപ്പ് തുടങ്ങുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ കുറച്ച് മുന്നേ ടർഫ് തുടങ്ങാന്നിരുന്നു. അങ്ങനെ ഒരുപാട് ട്രെൻഡ് ഉണ്ടല്ലോ. ഇന്നത്തെ ട്രെൻഡ് ഈ പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ള കോഫി ഷോപ്പ് തുടങ്ങാം. എന്തോ ഭയങ്കര ഒരു കോഫി ഷോപ്പ് തുടങ്ങുന്നു, നല്ല വൈബാണ്, നല്ല റവന്യൂ കിട്ടുന്ന ഒരു സോഴ്സ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷേ അത് റൈറ്റായിട്ട് തുടങ്ങി ആ പാഷൻ ഉണ്ടെങ്കിൽ തുടങ്ങാമെന്ന് മാത്രമേ ഞാൻ കൊടുക്കുന്ന ഒരു പോയിന്റ്. കാരണം F&Bയിൽ പ്രത്യേകം കോഫി ഷോപ്പ് എന്ന് മാത്രമല്ല റെസ്റ്റോറൻറ്റ്സിന് നടത്തുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കാരണം ഡെയിലി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വേറെ ഏത് ഇൻട്രസ്റ്റ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ്, നമ്മളിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് എടുക്കുകയാണെങ്കിൽ സ്റ്റീൽ നമ്മളത് വൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ടീം ഇങ്ങനെ കൊണ്ടുപോയിക്കോളും. നമുക്കൊരു സിസ്റ്റം ഉണ്ടാവും. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ്സിൽ പ്രത്യേകിച്ച് ഡെയിലി നമ്മൾ അതിൻ്റെ മോണിറ്ററിങ്, ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു, നാളെ അതേ ക്വാളിറ്റി നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഷെഫ് പോയി, അപ്പോൾ പുതിയൊരു ഷെഫ് വരുമ്പോൾ അവരുടെ രീതിയിലുള്ള ടേസ്റ്റ്. അപ്പം ആ ക്വാളിറ്റി ചെക്ക് എൻഷുർ ചെയ്യാൻ ഒരുപാട് ടൈം നമ്മളെങ്ങനെ സ്പെൻഡ് ചെയ്യണം. അതിന് നമുക്ക് നല്ല പാഷൻ വേണം. നമ്മൾ ടൈം ഒരുപാട് അതിൽ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആസ് എ ഓണർ. അല്ലെങ്കിൽ അത് തുടങ്ങിയിട്ട് നമുക്ക് മാറി നിന്ന് നമ്മളിങ്ങനെ ടേബിളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ കൗണ്ടറിൽ ഇരുന്നിട്ട് പൈസ ഉണ്ടോ എന്നുള്ളത് എന്തായാലും റെസ്റ്റോറൻറ്റിൽ നടക്കില്ല. അതിനെപ്പോഴും നമ്മൾ വി ഹാവ് ടു ബി ഓൺ എ ടോസ് ഇൻ എ റെസ്റ്റോറൻറ്റ് ഓർ എ കോഫി ഷോപ്പ്. അപ്പം പാഷൻ ഉണ്ടെങ്കിൽ ഇറങ്ങുക, അല്ലാതെ ഇറങ്ങരുതെന്ന്. എഡ്യൂക്കേഷൻ ഒരു ബിസിനസ് ആക്കി കാണാതെ അത് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് എന്തായാലും വേണം. എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയാം, എല്ലാവരും പറയും അത് ബിസിനസ് ആക്കി എടുക്കരുത്. പക്ഷേ ഞാൻ പറയാം ബിസിനസ് ആക്കി എടുക്കണം, പക്ഷേ അതൊരു ബാലൻസ് ചെയ്തുകൊണ്ട്. കാരണം ഒരിക്കലും എല്ലാവർക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആവേശത്തിൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹപ്പുറത്ത് NRIസോ അല്ലെങ്കിൽ പല ആൾക്കാർ ബിസിനസ്സിൽ ഉണ്ടാക്കിയ പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും, എഡ്യൂക്കേഷൻ തുടങ്ങും, എഫിലിയേഷൻ എടുത്ത് എഡ്യൂക്കേഷൻ കുറച്ച് ടീമിനെ ഫോം ചെയ്ത് നല്ലൊരു പ്രിൻസിപ്പൾ എടുത്ത് പൗച്ച് ചെയ്തിട്ട് തുടങ്ങും. പക്ഷേ ഇതെങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുള്ള ആലോചിക്കുന്നില്ല. ആ വ്യക്തിക്ക് നാളെ ഇപ്പോൾ ഹൈ ക്യാപിറ്റൽ ഡ്രിവൺ ആണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയ കമ്പയർഡ് ടു ബാക്കി മാർക്കറ്റ്സ്. ടീച്ചേഴ്സിൻ്റെ സാലറി ആയാലും എല്ലാം ഭയങ്കര ആയ, ഓപ്പറേഷൻ കോസ്റ്റസ് ആയി. അപ്പോൾ ഇത് നെക്സ്റ്റ് ഇയറിൽ ഈ ആളെങ്ങനെ പൈസ പമ്പ് ചെയ്യുന്നുള്ളത് ആലോചിക്കാതാണ്. അന്നൊരു വലിയ ക്യാപിറ്റലായിട്ട് ആയിരിക്കും വരിക. പക്ഷെ ഇത് നീ റൺ ചെയ്ത് പോകാനുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ ഓപ്പറേഷണൽ എക്സ്പെൻസ് എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ള ആലോചിക്കാതെ തുടങ്ങും. അപ്പോൾ അത് സെൽഫ് സസ്റ്റെയിൻ ആവാൻ എപ്പോഴും ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം അത് ലോങ് റണ്ണിൽ അത് വിജയിച്ചു. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ തുടങ്ങി നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അത് ക്വാളിറ്റിയിൽ കൺട്രോൾ ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് അത് താഴോട്ട് പോകും. അവസാനം അത് പൂട്ടി പോകുന്ന അവസ്ഥയിലേക്കായിരിക്കും പോവുക. ബാലൻസ് എങ്ങനെ കീപ്പ് ചെയ്യാം? ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. പ്ലസ് ഞാൻ പറയുന്നത് അത് ഫീ വാങ്ങി ആ രീതിയിലുള്ള ബാലൻസിങ് നമ്മൾ കണ്ടെത്തുക. അതായത് നമുക്ക് കിട്ടുന്ന റവന്യൂ അതേ രീതിയിൽ എക്സ്പെൻസ് ചിലവാക്കുന്ന രീതിയിൽ റവന്യൂ കിട്ടുമോ ഇല്ല എന്നുള്ള ബാലൻസ് നമ്മൾ ആ സ്ട്രൈക്ക് ചെയ്തിട്ടായിരിക്കണം സ്കൂൾ പോകുന്നത്. അപ്പം നമ്മൾ ആ റവന്യൂവും എല്ലാം വേണം. അല്ലാതെ പ്യുവർലി നമ്മളത് റവന്യൂ ഇല്ലാതെ രീതിയിൽ എന്തായാലും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് റൺ കമ്മിറ്റ്മെൻ്റ് ആണ്. അല്ലാതെ അത് ഷോർട്ട് റൺ ഒരു 1 year or 2 year എടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്. വൺസ് അത് തുടങ്ങിക്കഴിഞ്ഞാൽ ലോങ് റൺ കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ LKG ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നതിന് 12th വരെയുള്ള കമ്മിറ്റ്മെൻറ്റാണ് നമ്മൾ ആ കുട്ടിനോടുള്ള അല്ലെങ്കിൽ ആ പേരൻറ്റിനോടുള്ള. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാതെ ആ 12 അല്ലെങ്കിൽ 14 വർഷം നമ്മളത് കൊണ്ടുപോകാന്നുള്ള വലിയൊരു കമ്മിറ്റ്മെൻറ്റാണ് ശരിക്കും എടുക്കുന്നത്. അപ്പം അത് ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമം വേണം. അതിനും പാഷൻ ഇല്ലെങ്കിൽ എന്തായാലും നടക്കില്ല. ഓക്കെ, ഇപ്പം ഫാമിലിയിൽ ഒരുപാട് പേര് ബിസിനസ്സിലുണ്ടോ? ഈ ഹൈലൈറ്റ് ഗ്രൂപ്പിൽ പല പൊസിഷനിലുണ്ടോ? കസിനാണ് ഇപ്പം ഹൈലൈറ്റ് അർബൻ നോക്കുന്നതെന്ന് പറഞ്ഞു. ഉപ്പയാണ് ഹൈലൈറ്റ് തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഞാൻ ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ CEO ആണ്. നമുക്കത് ഹോൾഡിംഗ് സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ഒരുപാട് വെർട്ടിക്കൽസ് ഉണ്ട്. പല വെർട്ടിക്കൽസും നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. എൻ്റെ അങ്കിൾസ് ഉണ്ട്, കസിൻസ് ഉണ്ട്, എൻ്റെ സിസ്റ്റർ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി 1 year ആയിട്ട് യങ്ങർ സിസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവൾ ഡയറക്ടറായിട്ടാണ്. അവൾ ഈ മോൾ മാനേജ്മെൻറ്റ് കമ്പനി അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നോക്കുന്നു. അങ്ങനെ പല ആൾക്കാർ പല ഇതിലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പല വെർട്ടിക്കൽസ് ഹെഡ് ചെയ്യുന്നതും ഫാമിലിയിൽ നിന്നുണ്ട്, നോൺ ഫാമിലി മെമ്പേഴ്സ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉപ്പൻ്റെ സ്റ്റാർട്ടിങ് മുതലേ കൂടെ നിന്ന പല ആൾക്കാരും ഇന്ന് പല വെർട്ടിക്കൽസ് ഹെഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നോൺ ഫാമിലി ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. ഉപ്പൻ്റെ ഒരു തോട്ടാണ് അത് ഫാമിലി മെമ്പേഴ്സിനെ. തീർച്ചയായും അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് വെച്ചാൽ ഉപ്പ എപ്പോഴും പറയും, എന്താ പറയുക, നമ്മൾ ഗ്രോ ചെയ്യുമ്പോഴല്ലോ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒരു സാറ്റിസ്ഫാക്ഷനോ കാര്യങ്ങളോ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടുക. നമ്മൾ വളരണം, നമ്മളെ കൂടെയുള്ള ആൾക്കാരും വളരണം. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിനുള്ള അത് ഫസ്റ്റ്ലി ഫാമിലി നമ്മളെ കൂടെ വേണം. അപ്പം അൾട്ടിമേറ്റ്ലി ആ ഫാമിലി എല്ലാവരും ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് അത് ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു ഗോൾ ടുവേർഡ്സ് വൺ ഗോൾ വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഹാപ്പിനെസ്. അപ്പോൾ അത് എപ്പോഴും ഉപ്പ പറയും. അപ്പോൾ അത് ഞാനും എപ്പോഴും അത് അവരെയും കൂടെ കൊണ്ടുപോകാന്നുള്ളതും ഒരേപോലെ കൺസിഡർ ചെയ്ത് ഫാമിലി മാത്രമല്ല കേട്ടോ, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും നമ്മൾ ഈ പറഞ്ഞ തന്നെ ഹെഡ് ചെയ്യുന്ന പല ആൾക്കാരും ഒരുമിച്ച് അവർക്കും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ് ഹൈലൈറ്റ് ഗ്രൂപ്പ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഉപ്പാൻ്റെ ഒപ്പമാണ് ആ തോട്ടിലല്ലേ? അതെ, തീർച്ചയായും. ഇപ്പം ഈ
എനിക്ക് ഗോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, വിഷൻ ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ഇത്ര ക്രോർ റവന്യൂലേക്ക് മാറുന്ന ഒരു കമ്പനി ആവാന്നല്ല നിങ്ങൾ എപ്പോഴും പറയാറ്. നമുക്കിപ്പോൾ 10,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ 5 കൊല്ലത്തിൽ 50,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭമായി മാറണം എന്നാണ്. ആ ഒരു ഉഗ്രം വിഷനാണ് സത്യം പറഞ്ഞാൽ. അതിന് ഉപ്പാക്കാണ് കൈയടിക്കേണ്ടതെന്നുണ്ടല്ലേ? അതെ അതെ. അതെന്നെ ഞാൻ പറഞ്ഞു തന്നെ, എപ്പോഴും നമ്മൾ ഉപ്പൻ്റെ തോട്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് സെൻട്രിക് അല്ല. പ്രോഫിറ്റ് വരും, നമ്മളത് ഉദ്ദേശം കറക്റ്റ് ആണെങ്കിൽ നല്ല ഉദ്ദേശത്തോടുകൂടി എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് പ്രോഫിറ്റോ അല്ലെങ്കിൽ പൈസ ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. പക്ഷേ ചില ബിസിനസ്സിന് നമ്മൾ നഷ്ടം എന്നൊക്കെ ഉണ്ടാവും, പക്ഷേ അത് അൾട്ടിമേറ്റ്ലി നമ്മൾ ഉദ്ദേശം കറക്റ്റ് ആണെങ്കിൽ വരും. അപ്പം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ കൂടുതൽ ആൾക്കാരെ ലൈഫ് ടച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് പറ്റാവുന്ന രീതിയിൽ പരമാവധി രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ടച്ച് ചെയ്യാൻ പറ്റുമോ. ഇന്ന് ഐലറ്റ് ഗ്രൂപ്പിനാണെങ്കിൽ പ്രൗഡ്ലി ഐ ക്യാൻ സേ ദാറ്റ് 10,000 ആൾക്കാർ നമ്മളെ കൂടെ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് അതിനേക്കാൾ കൂടുതൽ 30,000-40,000 പ്ലസ് ആൾക്കാർ ഇൻഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് ആവുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ ആ നാട്ടിൽ ഒരുപാട് പേർക്ക് ലാൻഡിൻ്റെ പ്രൈസ് മാറുന്നുണ്ട്, അങ്ങനെ ലാൻഡ് ഓണേഴ്സിന് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ജോലി ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് റവന്യൂ പഞ്ചായത്തിന് കിട്ടുന്നുണ്ട്, അവിടെ അക്കോമഡേഷൻ വാങ്ങുന്ന, അങ്ങനെ ഒരുപാട് ആൾക്കാർ ബെനിഫിറ്റ് ആണ്. നമ്മൾ കാരണം ഹൈലൈറ്റ് ഗ്രൂപ്പ് കാരണം ഒരുപാട് ആൾക്കാരെ ലൈഫ് ടച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മൾ മോട്ടീവ് എന്ന് പറയുന്നത്. എല്ലാ വർഷത്തെ വിഷനും അതിങ്ങനെ എങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്കിൻ്റെ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത് കൂടുമ്പോൾ പ്രോഫിറ്റും ടേൺ ഓവർ ഓട്ടോമാറ്റിക് കൂടുമല്ലോ. അല്ലെങ്കിൽ ആ ആൾക്കാരെ എന്താ പറയുക സാലറി കൊടുക്കാൻ പറ്റില്ലല്ലോ, ബാക്കിയൊക്കെ സൈഡിൽ കൂടെ നടക്കും. ഭയങ്കര വിഷനാണ്, പറയാൻ പറ്റിയ നമുക്ക് ഒരു സോൾ ടച്ചിങ് വിഷനാണ് വേണമെങ്കിൽ പറയാം. സൂപ്പർ. ഇപ്പോൾ CEO ഫൗണ്ടറായിട്ടുള്ള വാപ്പയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ? എന്താ പറയാ, ആസ് എ ഫാദർ അൾട്ടിമേറ്റ്ലി എന്താ പറയുക, ചെയർമാനാണ്, ഐ എം എ ഗ്രൂപ്പ് CEO. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാൻ മകനാണ്, ഫാദർ ആണല്ലോ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ജനറേഷൻ ഡിഫറൻസ് ഒക്കെ എന്തായാലും ഒപ്പീനിയൻ എന്തായാലും വരാറുണ്ട്. ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എല്ലാ ഡിസ്കഷൻസും എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആർഗ്യുമെൻറ്റ്സും എല്ലാം ഉണ്ടാവും. പക്ഷെ അത് വൺസ് അത് നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്ട്രോങ്ലി, ഇപ്പോൾ വിഷൻ ആണെങ്കിൽ പോലും നമ്മൾ ആ വിഷൻ ഈ വർഷത്തേക്കുള്ള വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ നമുക്ക് പല ഡിസഗ്രിമെൻറ്റ്സും ഓരോ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്ട്രോങ്ലി നമ്മളത് കട്ടൊക്കെ ഫോളോ ചെയ്ത് പോകാന്നുള്ളതാണ്. അപ്പം എന്തായാലും ഉണ്ട്, എല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്ന എല്ലാ ഇഷ്യൂസും കാര്യങ്ങളും ഡിസഗ്രിമെന്റ്സ് എന്തായാലും ഫാമിലിയിലുണ്ട്. അൾട്ടിമേറ്റ്ലി ഈസ് മൈ ഫാദർ, ഉപ്പയാണല്ലോ. എനിക്ക് പ്ലാറ്റ്ഫോം തന്നിട്ടുള്ള ഉപ്പയാണ്. അപ്പൊ അത് ആ ഒരു ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ഹിം. സൂപ്പർ. എങ്ങനെ മാനേജ് ചെയ്യണ്ടേ 10,000 എംപ്ലോയീസ് ഉണ്ടാകുമ്പോൾ? നല്ല ടീമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ അണ്ടറിലാണെങ്കിലും ചെയർമാൻ്റെ അണ്ടറിലാണെങ്കിലും നല്ലൊരു കോർ ടീമുണ്ട്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ വി ഹാവ് സെറ്റ് എ സ്ട്രക്ചർ ഫോർ ദ കമ്പനി. ലൈക്ക് ഐ സെഡ് വി ഹാവ് എ ഹോൾഡിംഗ് കമ്പനി. അതിൻ്റെ അണ്ടറിൽ ഓരോ വെർട്ടിക്കൽസിന് ഓരോ CEOസും ഡയറക്ടേഴ്സും അങ്ങനെ ഒരുപാട് ഹെഡ്സും എക്സിക്യൂട്ടീവ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. SOP വി ഹാവ് സെറ്റ്. ഐ തിങ്ക് കോർഡിനേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് എന്നുള്ളത് നിർബന്ധമുണ്ട്, സിസ്റ്റം വേണം. കാരണം ഇപ്പം ഇന്ന് ഞാൻ ഇതിന്ന് മാറിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചെയർമാൻ മാറിക്കഴിഞ്ഞാലോ അങ്ങനെ ആര് മാറിക്കഴിഞ്ഞാലും കമ്പനി റൺ ചെയ്ത് പോകണം. ആരും നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആയാലും നമ്മൾ കസ്റ്റമേഴ്സ് ആയാലും പബ്ലിക് ആയാലും ആരും എഫക്റ്റ് ആകാൻ പാടില്ല. അപ്പോൾ അത് എല്ലാ പ്രോജക്റ്റും കറക്റ്റ് മുന്നോട്ട് പോകണം, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതിന് നമ്മൾ നല്ല പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇന്ന് ഇരിക്കാൻ പറ്റുന്നത്. അതെ അതെ. ഹൈലൈറ്റ് ഗ്രൂപ്പിന് കേരളത്തിലുടനീളം മോൾസ് വരുന്നു, മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ് വരുന്നു, അതിൽ F&B, ഫുഡ് ആൻഡ് ബെവറേജ്, ഹഗ് മഗ് പോലത്തെ കോഫി ഷോപ്സ് വരുന്നു, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലാൻ ഉണ്ട്. അതെ, എഡ്യൂക്കേഷൻ പ്ലാൻസ് ഉണ്ട്, അതെ, ഹെൽത്ത് കെയർ പ്ലാൻ ഉണ്ട്. വേറെ എന്താണ് പുതിയ ഈ 5 വെർട്ടിക്കൽ അല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ, അതോ ഇതിൽ വരുന്ന പുതിയ എക്സൈറ്റിംഗ് പ്ലാൻസ് ഉണ്ടോ? എക്സൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവന്നു. ഒരു ലക്ഷറി ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ആണ്. ഹൈലൈറ്റ് അറ്റ്ലാന്റിസ് എന്നാണ് അതിൻ്റെ പേര്. കാലിക്കറ്റിലാണ് നമുക്ക് വരുന്ന ടൗൺഷിപ്പ് പ്രോജക്റ്റിലാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡ്സ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. ആദ്യമായിട്ടാണ് ലോകത്തിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രോജക്റ്റ്. അതായത് ലെറ്റ്സ് അസ്യൂം നിങ്ങൾ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് 15th ഫ്ലോറിലാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഡ്രൈവ് യുവർ കാർ അപ് ടു 15th ഫ്ലോർ ആൻഡ് പാർക്ക് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ അപ്പാർട്ട്മെന്റ്. അതായത് ടിപ്പിക്കലി ഏതൊരു അപ്പാർട്ട്മെന്റ് ആണെങ്കിലും അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ 15th ഫ്ലോർ ആണെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്ത് ലിഫ്റ്റ് കയറി പോകുന്നു, അവിടെ കുറച്ച് നെയ്ബേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ റോഡ് വഴി, അതായത് റോഡ് ഓൺ ദ സ്കൈ എന്ന് നമ്മൾ പറയാം, അത് റോഡ് വഴി ഓടിച്ച് 15th ഫ്ലോറോ 20th ഫ്ലോറോ എത്രാമത്തെ ഫ്ലോറോ ആണ് നിങ്ങൾ അപ്പാർട്ട്മെന്റ് അതുവരെ വണ്ടി ഓടിച്ച് നേരെ വീട്ടിൽ പാർക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാൻ പറ്റും. 2 കാർ പാർക്കിംഗ് നിങ്ങൾ ഓരോ അപ്പാർട്ട്മെന്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത് നേരെ ഡോർ വന്ന് നിങ്ങൾ അപ്പാർട്ട്മെന്റ് എത്തി. അപ്പോൾ യു ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ ലിവിംഗ് ഇൻ ആൻ അപ്പാർട്ട്മെന്റ്, either you're literally on a sky villa.
എല്ലാവരും ബോർഡിലൊക്കെ സ്കൈ വില്ല എന്ന് കൊടുക്കും. ലിറ്ററലി ദിസ് പ്രോജക്ട് ഇസ് എ സ്കൈ വില്ല. പാർക്കിംഗ് കൊടുത്തത് ഇത് ലോകത്തിൽ ആദ്യമായിട്ടാണ്. ദുബായിലും സിംഗപ്പൂരും US-ലൊക്കെ നമുക്ക് കാർ പാർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത് കാർ ലിഫ്റ്റിലാണ് കൊണ്ടുവന്നത്. കാർ ലിഫ്റ്റിലാണ് ഇപ്പം ദുബായിലൊക്കെ നമുക്ക് അങ്ങനത്തെ പ്രോജക്ട്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടാണ് വണ്ടി ഓടിച്ചു പോയിട്ട് നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്. അത് കേരളത്തിൽ കോഴിക്കോടാണ്. അഭിമാനത്തോടെ പറയാൻ പറ്റും. വേൾഡ്സ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് പ്രോജക്ട്. ചുറ്റി കറങ്ങല്ല, അത് കുറച്ച് സ്ട്രെച്ച് ഉള്ള ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്ട്രെച്ച് കറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ 7 ഫ്ലോർ 7ാമത്തെ ഫ്ലോർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രെച്ച് നിങ്ങൾ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ 7th ഫ്ലോർ എത്തിയിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ഇഫ് യുവർ ഫ്ലോർ ഇസ് ഓൺ 5th ഫ്ലോർ നിങ്ങൾക്ക് സർവീസ് റോഡ്സും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റിൽ ലിറ്ററലി നമ്മൾ ഒരു ഹൈവേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സർവീസ് റോഡും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലോർ ആണോ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി കറക്റ്റ് നിങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒരു എക്സാക്ടിങ് പ്രോജക്ട്. നമ്മളത് പണി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എവിടെ വരുന്നത്? കാലിക്കറ്റ്. നമ്മൾ ഹൈലൈറ്റ് സിറ്റി ടൗൺഷിപ്പിന്റെ എക്സ്പാൻഷൻ ആയിട്ടാണ് വരുന്നത്. ഈ പറഞ്ഞത് കാലിക്കറ്റിനോട് എന്തോ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ബേസ് അവിടെ ആയതുകൊണ്ടും അപ്പോൾ വരുന്ന പ്രോജക്ട്സ് ഒക്കെ അവിടെ തന്നെ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഭയങ്കര ലക്ഷറി പ്രോജക്റ്റ് ആണ്, എക്സ്പെൻസീവ് ആയിരിക്കും അത് കുറച്ച് ലക്ഷറി ആയിരിക്കും, കാരണം ഭയങ്കര കോസ്റ്റ് വരുന്ന പ്രോജക്റ്റാണ്. കൺസ്ട്രക്ഷൻ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് വരുന്നത്, കാരണം ഈ റോഡും കാര്യങ്ങളും ഈ പറഞ്ഞ തന്നെ ഇത്രയൊരു ഹൈവേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്പാർട്ട്മെന്റിൽ എന്റെ കാർ ഓടിച്ച് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാൻ? കുറച്ച് സൈസ് കൂടുതലാണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് എന്ന് വരുന്ന ഓൾമോസ്റ്റ് 5,000 സ്ക്വയർ ഫീറ്റ് വരുന്ന അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സ്റ്റാർട്ടിംഗ് വരുന്നത് അപ് ടു 12,000 ഒക്കെ വരുന്ന ഒരു പ്രോജക്ട്സ് ആണ്. അതായത് ലക്ഷറി നോട്ട് ഇൻ ടേംസ് ഓഫ് എന്താ പറയുക അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് അല്ല, ഇൻ ടേംസ് ഓഫ് ദ സ്പേസ് ഓൾസോ. അത് കേരളത്തിൽ കണ്ടുവരാത്ത അത്രയും വലിയൊരു സ്പേഷ്യസ് അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു എന്തായാലും കോസ്റ്റ് വരുന്നുണ്ട്. വീണ്ടും ഫ്രണ്ടിലായിരിക്കും പാർക്കിംഗ്, സൈഡിൽ നമ്മൾ കാണാത്ത പോലെ നേരെ നിങ്ങളിപ്പോൾ നോർമലി വീട്ടിൽ പാർക്ക് ചെയ്യുന്ന അതേപോലെ ഡോറിന്റെ നേരെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് 2 കാർ പാർക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് അഡീഷണൽ കാർ പാർക്ക് നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും ബേസ്മെന്റിലും വേറെ അഡീഷണൽ കാർ പാർക്കിംഗും വരുന്നുണ്ട്. ഗസ്റ്റ് പാർക്കിംഗ് എല്ലാം വരുന്നുണ്ട്. സെപ്പറേറ്റ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർവൻസ് ലിഫ്റ്റും ഉണ്ട്, നിങ്ങൾക്ക് വേറെ ഗസ്റ്റ് ലിഫ്റ്റും എല്ലാം അങ്ങനെ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആണ്. അത് കേരളത്തിൽ കോഴിക്കോടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് തീർച്ചയായും അതായത് ഇത് ഒരുപാട് വർഷമായിട്ട് നമ്മളെ തോട്ട് പ്രോസസ്സിലുള്ള ഒരു പ്രോജക്റ്റാണ്. ഇപ്പോഴാണ് നമുക്ക് തുടങ്ങാൻ പറ്റിയത്. എനിക്കൊന്ന് കോവിഡിന്റെ മുന്നേ നമ്മൾ തുടങ്ങി വെച്ച ഒരു തോട്ടാണ്. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ്, ഇഫ് യു സീ ഇൻ ടേംസ് ഓഫ് ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രോജക്റ്റാണ്. അത് നമ്മൾ ഈ ഒരു തോട്ട്, അതായത് ആർക്കിടെക്റ്റിന് അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ടീമിന് അടുത്ത് ആദ്യം പറഞ്ഞിട്ടുള്ള കസ്റ്റമേഴ്സിന് കാറ് കയറി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ, ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആലോചിക്കുക എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ഞെട്ടി ഇതെങ്ങനെ നടക്കുക. ആർക്കിടെക്ട്സിന് അടുത്ത് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഇറ്റ്സ് നോട്ട് പോസിബിൾ സുലൈമാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എല്ലാവരും നടക്കില്ല, ഇതെങ്ങനെ നടക്കുക, അത് യു ക്യാൻ യൂസ് എ കാർ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് പറയുക ചെയ്തത്. പക്ഷേ അതിന്റെ മുകളിൽ ഇരുന്ന് ഉപ്പ എന്താ ഒരു പേപ്പറും പെന്നും, ഉപ്പ ബേസിക്കലി കോൺട്രാക്ടറും എഞ്ചിനീയറൊക്കെ ആണല്ലോ. അപ്പോൾ ഉപ്പ നേരെ ഇരുന്നിട്ട് ഇങ്ങനെ വരച്ച് ഇത് പോസിബിൾ ആണെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് ടൈം എടുത്തു ആ ഡിസൈനിങ് സ്റ്റേജിലും ഇത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ടൈം. പിന്നെ ഈ പറഞ്ഞത് അപ്രൂവൽസ് ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് ഐഡിയാസ് ഉള്ള മനുഷ്യനാണ് ഇപ്പൊ അല്ലേ? അതെ, ഞാൻ പറഞ്ഞതല്ല ഒരു എന്താ പറയുക, ഈ ഐഡിയ എവിടുന്ന് അപ്പൊക്കെ തോന്നിയ കാറ് കയറണമെന്ന്? അത് ഓരോ തോട്ട് പ്രോസസ്സാണല്ലോ. നമ്മൾ പല കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പം ഇന്നെന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ലോകത്തിന് പല തരത്തിലുള്ള ഒരു ആക്സസിബിൾ ആണല്ലോ. കാരണം സ്മാർട്ട് ഫോൺ വഴിയും നമ്മൾ ഇൻ്റർനെറ്റ് വഴിയും എന്തായാലും എല്ലായിടത്തും ആക്സസിബിൾ ആണ്. അപ്പം അങ്ങനെ ഓരോന്ന് കാണുമ്പോഴാണ് എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് എന്ന് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ അതാണ് ഇങ്ങനത്തെ ഓരോ തോട്ട്സ് വരാനുള്ള കാരണം. നമ്മൾ നെക്സ്റ്റ് ഇനി എക്സൈറ്റിംഗ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു വി ആർ വെരി മച്ച് എക്സൈറ്റഡ് ഫോർ ദാറ്റ് പ്രോജക്റ്റ്. കാരണം കോഴിക്കോട് പോലത്തെ ഒരു സിറ്റിയിൽ എന്താ പറയുക വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് നമ്മൾ കോഴിക്കോട് നമ്മൾ ഹൈലൈറ്റ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ലൈസൻസിങ് എല്ലാം ആയിട്ടുണ്ട്. അത് ഹോപ്പ്ഫുള്ളി അത് വലിയ പ്രോജക്റ്റ്, ഒരു മാസീവ് വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ US ന്യൂയോർക്കിലൊക്കെ എല്ലാവർക്കും അത് ക്രാഷ് ഫേമസ് ആണല്ലോ. അതെ വേൾഡ് ട്രേഡ് ഹൈലൈറ്റ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആയിരിക്കും. അതെ. അപ്പോൾ അത് നമ്മൾ കോഴിക്കോട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഇന്ത്യയിലെ ലാർജസ്റ്റ് വേൾഡ് ട്രേഡ് സെന്റർ ആയിരിക്കും. ലോകത്തിന്റെ വൺ ഓഫ് ദി ലാർജസ്റ്റ് വേൾഡ് ട്രേഡ് സെന്റർ കോഴിക്കോട് പോലത്തെ സിറ്റിയിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 12.5 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് പ്രോജക്ട് വരുന്നത്. കോഴിക്കോടിനെ ദുബായ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ തീർച്ചയായും, ലിറ്ററലി യു ക്യാൻ സേ ദാറ്റ്. ബുർജ് ഖലീഫ ആയിരിക്കും അത്. ബുർജ് ഖലീഫിന്റെ ഒരു 3 ഇരട്ടി സൈസ് ഉണ്ട്. നോട്ട് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ്, ഞാൻ പറയാം ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ 12.5 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ആ കോംപ്ലക്സ് വരുന്നത് വേൾഡ് ട്രേഡ് സെന്റർ. അതിൽ എക്സിബിഷൻ സെന്റർ വരുന്നുണ്ട്, റെസിഡൻസസ് വരുന്നുണ്ട്, വലിയൊരു കൊമേഴ്ഷ്യൽ ഓഫീസ് സ്പേസുകൾ വരുന്നുണ്ട്, ട്വിൻ ടവർ ആയിട്ട് ഓഫീസ് സ്പേസുകൾ വരുന്നുണ്ട്. ഹൈലൈറ്റ് സിറ്റിന്റെ എക്സ്പാൻഷൻ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ടൗൺഷിപ്പ് അത് ഓഗസ്റ്റിൽ നെക്സ്റ്റ് മന്ത് നമ്മൾ അതിന്റെ ഇനീഷ്യൽ ഞാൻ പല
ഫേസ് ബൈ ഫേസ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൽ പല ബിൽഡിങ്ങുകൾ പല ഫേസ് ആയിട്ട്. അതിൻ്റെ ഫസ്റ്റ് ബിൽഡിംഗ് നമ്മൾ ഓഗസ്റ്റ് എൻഡോട് കൂടെ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു 10-year പ്രോസസ്സാണ്. 2035 അത് കംപ്ലീറ്റ് ഫുൾ ഫ്ലെജ് ഒരു കോംപ്ലക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം 12.5 million square feet എന്ന് പറഞ്ഞാൽ ഏതൊരു ബിൽഡറും 10-30 വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു വോള്യൂം ആണ് നമ്മളൊരു നെക്സ്റ്റ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ നല്ല ടീം എന്നാണ് ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത്. പിന്നെ ഈ പറഞ്ഞ തന്നെ കോഴിക്കോടിനോടുള്ള വിശ്വാസം, അല്ലെങ്കിൽ മലബാർ അല്ലെങ്കിൽ കേരളത്തിനോടുള്ള വിശ്വാസമാണ്. അത്ര റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ലൈസൻസിങ് എടുത്തു. നമ്മൾ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ആണ് ലോകത്തിന്റെ. അപ്പോൾ നമ്മൾ അതിന്റെ ലൈസൻസ് എടുക്കുകയും ചെയ്യുക. അതിന് വലിയൊരു പ്രോസസ്സ് ത്രൂ കടന്നു പോയിട്ടാണ് നമുക്ക് ആ ലൈസൻസ് അവർ അസോസിയേഷൻ ഇഷ്യൂ ചെയ്യുക. അതായത് ഹൈലൈറ്റ് റെപ്യൂട്ടഡ് ബിൽഡർ ആണെന്നും ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വലിയൊരു ലൈസൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. ലോങ് ടൈം ലൈഫ് ടൈം ലൈസൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എന്നാലേ ആ WTC എന്നുള്ള ടേമും പേരൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അവരെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതെ. വെറുതെ ഒരാൾക്ക് പോയിട്ട് WTC ചെയ്യാൻ പറ്റില്ല. വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്നത് എന്താ ശരിക്കും? വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്നത് ഒരു അസോസിയേഷനാണ് ലോകത്തിൽ. അത് ഓൾമോസ്റ്റ് അവർക്ക് 300+ പ്രോപ്പർട്ടീസ് ലോകത്തിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. അവരുടെ ഹെഡ് ക്വാർട്ടർ വരുന്നത് ന്യൂയോർക്ക് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള പഴയ ക്രാഷ് ഉണ്ടല്ലോ, ട്വിൻ ടവർ. ആ ട്വിൻ ടവർ ആണ് WTC എന്ന് പറയുന്നത്. WTCയുടെ ഹെഡ് ക്വാർട്ടർ അതാണ്. അപ്പോൾ അത് ഒരു അസോസിയേഷനാണ്. ആ അസോസിയേഷൻ ഇഷ്യൂ ചെയ്യുന്ന ഒരു ലൈസൻസ്, ഒരു ട്രേഡിങ്ങിന്റെ. ഇപ്പം ഇന്ത്യയിൽ വന്ന ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ WTC ബോംബെയാണ്, മുംബൈ. അതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രോജക്റ്റ് WTC. അങ്ങനെ ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും പല സിറ്റിയിലും WTC പല ഡെവലപ്പേഴ്സും ഗവൺമെന്റും പല ആൾക്കാരും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് വരാൻ പോകുന്ന ഹൈലൈറ്റ് കൊണ്ടുവരാൻ പോകുന്ന ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ആയിരിക്കും. അതായത് മുംബൈനേക്കാളും വലുതായിരിക്കും. ലോകത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ്. ദുബായിൽ നമുക്ക് WTC വരുന്നുണ്ട്, സിംഗപ്പൂർ, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് WTC ഈസ് ഗോയിങ് ടു കം ഇൻ കോഴിക്കോട്. അത് ഒരു ഡ്രീമിൻ്റെ പുറത്താണ് ശരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം അത്രയും റിക്വയർമെന്റ് ഉണ്ട്. ഇത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് റിക്വയർമെന്റ്സ് പല ബ്രാൻഡ്സും ഞാൻ നേരത്തെ വലിയ എന്താ പറയുക, നമ്മൾ എല്ലാവരും പറയും എന്തുകൊണ്ട് കോഴിക്കോട് എന്തിനാ, അല്ലെങ്കിൽ കേരളത്തിൽ എന്തിനാ, കേരളത്തിന് പുറത്ത് ഇത് ബാംഗ്ലൂരോ ചെന്നൈയിലോ വേറെ എവിടെയെങ്കിലും തുടങ്ങിക്കൂടെ ഇങ്ങനത്തെ പ്രോജക്ട്സ്, ഇത്ര സ്കെയിലുള്ള പ്രോജക്ട്സ് എന്ന് പറയും, നല്ല സ്കോപ്പുള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ട് ഈ കമ്പനീസ് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ MNC കമ്പനീസ് വന്ന് അവരെ ബേസ് ഇവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്പേസ് കൊടുത്താലേ അവർ വരുള്ളൂ. സ്പേസ് ഇല്ലാതെ അവരൊരിക്കലും ഈ മാവ് റോട്ടിലുള്ള സാധാ കൊമേഴ്ഷ്യൽ ടവറിലൊന്നും അവർ ഓക്യുപ്പൈ ചെയ്യില്ല. അവർക്ക് ഗ്രേഡ് എ കൊമേഴ്ഷ്യൽ സ്പേസ് വേണം. അപ്പോൾ അത്രയും നല്ല ഫെസിലിറ്റി കൊടുത്താൽ തീർച്ചയായിട്ടും MNC കമ്പനി വരും. എന്തുകൊണ്ട് വരണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഏത് കമ്പനി എടുത്ത് നോക്കിയാലും, ഇന്ന് ലോകത്തിൻ്റെ ഏത് വലിയ കമ്പനീസ് എടുത്താലും CEO പോസ്റ്റ് ഇരിക്കുന്നതും CTO CEO അങ്ങനെ എല്ലാ പോസ്റ്റ് ഇരിക്കുന്ന മേജർ ആൾക്കാർ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മലയാളീസാണ്, അല്ലെങ്കിൽ കേരളൈറ്റ്സാണ്, സൗത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ അത്രയും വർക്ക് ഫോഴ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ പ്രത്യേകിച്ച് വെരി ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത് ദേ വോണ്ട് എ ബേസ് ഇൻ കേരള. അതിൽ നല്ല ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനീസ് എല്ലാം ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ ഡെവലപ്പർ അല്ലെങ്കിൽ ആസ് എ ഗ്രൂപ്പ് ഹൈലൈറ്റ് ഉദ്ദേശിക്കുന്നത്. സൂപ്പർ. അത് ത്രൂ ഈ പറഞ്ഞല്ലോ കോഴിക്കോടിൻ്റെ ഒരു മുഖച്ഛായാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മുഖച്ഛായാണ്, എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിലാണ് മാറാൻ പോകുന്നത്. അതിലെന്താ ഉണ്ടാവുക വേൾഡ് ട്രേഡ് സെന്ററിൽ? കൊമേഴ്ഷ്യൽ സ്പേസ് ആയിരിക്കും. വേൾഡ് ട്രേഡ് സെന്ററിൽ ഞാൻ പറഞ്ഞ ഒരു കോംപ്ലക്സ് ആണ്. വേൾഡ് ട്രേഡ് സെന്റർ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് പല ഫേസിലായിട്ടാണ് ചെയ്യുന്നത്. അതിൽ കൊമേഴ്ഷ്യൽ ടവർ ഉണ്ട്, ട്വിൻ ടവർ, ഓഫീസ് ടവർ വരുന്നുണ്ട്, റെസിഡൻസസ് വരുന്നുണ്ട്, ഹോട്ടൽ വരുന്നുണ്ട്, അതേപോലെ എക്സിബിഷൻ സെന്റർ, തിയേറ്റർ. അങ്ങനെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ മറ്റേ മൾട്ടിപ്ലെക്സ് അല്ല, ഒരു ഡ്രാമാറ്റിക്കൽ തിയേറ്റർ അങ്ങനെ വരുന്നത്, പെർഫോമൻസ് തിയേറ്റർ, പിന്നെ കോൺഫറൻസ് ഹാൾ, അങ്ങനെ ഒരുപാട്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ട്രേഡിങ്ങിനും അല്ലെങ്കിൽ ഒരു ഹബ്ബ്, ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബ് ആവാൻ വേണ്ട എല്ലാ റിക്വയർമെന്റ്സ് ആണ് അതിൽ വരുന്നത്. ഇതൊരു സ്കൈ സ്കേപ്പർ ആയിരിക്കില്ല, ഇങ്ങനെ പരന്ന് കിടക്കുന്ന സംഭവം. സ്കൈ സ്ക്രേപ്പർ ആയിട്ട് ഓഫീസ് ടവറും വരുന്നുണ്ട്, പ്ലസ് പരന്ന് കിടക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ട് വരുന്നത്. മൾട്ടിപ്പിൾ സാധനം. അതിന്റെ ഡിസൈൻ സ്റ്റേജിലാണ് പലതും, പല ഡിസൈനിലും ഞാൻ പറഞ്ഞല്ലോ പല ഫേസിലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 12.5 million square feet എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അത് പല ഫേസിലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2035 100% കംപ്ലീഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിലത് നെക്സ്റ്റ് 2 years കംപ്ലീറ്റ് ചെയ്യുന്നത്, അങ്ങനെ പല ഘട്ടത്തിലാണ് കംപ്ലീഷൻ ഉദ്ദേശിക്കുന്നത്. 12.5 million square feet എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു 1 കോടി സ്ക്വയർ ഫീറ്റ്. അപ്പോൾ എത്ര ഉണ്ടാവും? നമ്മളെ കാലിക്കറ്റ് ഹൈലൈറ്റ് മാൾ വരുന്നത് ഏകദേശം 13 lakh square feet, 13 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് കാലിക്കറ്റ് ഹൈലൈറ്റ് മാൾ വരുന്നത്. അതിന്റെ 10 ഇരട്ടി സൈസിലാണ് WTC വരുന്നത്, WTC മാത്രം വരുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച് സംസാരിച്ചതിന്, നിങ്ങളുടെ സ്റ്റോറി പറഞ്ഞു. താങ്ക് യു സോ മച്ച്.